സോ പവർ ഇലക്ട്രോണിക്സ് നിങ്ങൾ ബിടെക്കിന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബേസിക് സ്റ്റാർട്ടിങ് എന്താണ്, എന്തിനാണ് പവർ ഇലക്ട്രോണിക്സ് എന്നുള്ളിടത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇലക്ട്രിക്കൽ പവർ മെയിനായിട്ടും രണ്ട് ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് എ സിയും, രണ്ടാമത്തത് ഡി സിയും. അപ്പോൾ നമുക്ക് KSEB അങ്ങനെ ഏതെങ്കിലും ഒരു പവർ കമ്പനിയിൽ നിന്ന് യൂഷ്വലി എ സിയിലായിരിക്കും വരിക. അത് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജും ഫിക്സഡ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ കേസാണെങ്കിൽ 230 വോൾട്ട് 50 ഹെർട്സിലായിരിക്കും AC പവർ വരിക. അതാണ് നമുക്ക് നോർമലി ഒരു LT കസ്റ്റമറിന് വരുന്നത്. DC നമ്മൾ നോർമലി ബാറ്ററീസ് ആയിട്ടായിരിക്കും DC പവർ അവൈലബിൾ ആവുക. അപ്പോൾ ആ ടൈപ്സ് ഓഫ് ബാറ്ററിക്ക് അനുസരിച്ച് DC വോൾട്ടേജിലും, അവിടെ ഫ്രീക്വൻസി ഇല്ല, DC വോൾട്ടേജിൽ വേരിയേഷൻ വരും. നോർമൽ നമ്മുടെ AA AAA ബാറ്ററീസ് ഒക്കെ ആണെങ്കിൽ 1.5 വോൾട്ട് ഉണ്ടാവും. 1.5 വോൾട്ട് ഉണ്ടാവും. പിന്നെ ഫോണിലൊക്കെ യൂസ് ചെയ്യണ പോലെ ലിഥിയം അയോൺ ബാറ്ററീസ് ഒക്കെ ആണെങ്കിൽ 3.4 to 3.7 വോൾട്ട് ഒക്കെ ആയിരിക്കും അതിന്റെ വോൾട്ടേജ്. ദെൻ ലെഡ് ആസിഡ് ബാറ്ററീസ് ആണെങ്കിൽ 6 വോൾട്ട് 12 വോൾട്ട് റേഞ്ചിൽ ഉണ്ടാവും. ദെൻ 9 വോൾട്ടിന്റെ ആൽക്കലൈൻ ബാറ്ററി, അങ്ങനെ പല വോൾട്ടേജ് റേഞ്ചിലുള്ള ബാറ്ററീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ടൈപ്പിലുള്ള ബാറ്ററീസും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ പവർ സോഴ്സിന്റെ വോൾട്ടേജ് തീരുമാനിക്കുക. അപ്പോൾ നോർമലി നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇലക്ട്രിക്കൽ സോഴ്സിൽ പെടുന്നതാണ്. ഇനി ലോഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോഡ് പലതരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് AC കണക്ട് ചെയ്യാൻ പറ്റുന്ന ലോഡുകളുണ്ട്, ലൈക്ക് ഒരു ഫാൻ അല്ലെങ്കിൽ മോട്ടോർ. ഓക്കെ, പിന്നെ DC കണക്ട്, പിന്നെ ലൈറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് AC DC രണ്ടിലും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് DC മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ്. LED പോലെയുള്ള ഡിവൈസസ് DC മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ദെൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ഓർ സിലിക്കൺ ഡിവൈസസ് എല്ലാം AC ആയിരിക്കും, DC ആണ് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു പവർ സോഴ്സ്. അപ്പോൾ ലോഡിന്റെ പവർ റിക്വയർമെന്റ്, അതിന്റെ വോൾട്ടേജ് ഇൻപുട്ട് വളരെ വേരിയഡ് ആയിരിക്കും. അതിന്റെ ടൈപ്പിലും വോൾട്ടേജ് ലെവലിലും വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്ക് സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ഒരു പവർ സോഴ്സിൽ നിന്ന് ലോഡിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ആ ട്രാൻസ്ഫറിന്റെ ഇടയിൽ നമുക്ക് പലപ്പോഴും ഒരു മീഡിയം, ഒരു കൺവേർട്ടർ സ്റ്റേജ് ആവശ്യമായിട്ട് വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് സോഴ്സ് തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ആയിരിക്കില്ല നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ലൈക്ക് ലോഡ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആയിരിക്കാം, പക്ഷെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ DC ആവാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സോഴ്സിനെ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം പലപ്പോഴും വരാറുണ്ട്. ദെൻ പിന്നെ വരുന്നത് തിരിച്ച്, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ള ഡിവൈസസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസസിനെല്ലാം റിക്വയർമെന്റ് DC ആയിട്ടാണ് സോഴ്സ് ലോഡ് വേണ്ടത്. പക്ഷേ നമുക്ക് വീടുകളിലെല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പവർ സോഴ്സ് എന്ന് പറയുന്നത് 230 വോൾട്ട് AC ആയിരിക്കും. അപ്പോൾ ഇടയിൽ നമുക്കൊരു പവർ കൺവേർട്ടർ സ്റ്റേജ് വേണം. ഈ AC 230 വോൾട്ട് 50 ഹെർട്സ് ACയെ ഇപ്പോൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനാണെങ്കിൽ 5 വോൾട്ട്, അതല്ല ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനാണെങ്കിൽ 19 വോൾട്ട്, ആ റേഞ്ചിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ AC ടു DC കൺവേർഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി DC ടു DC കൺവേർഷനും പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്. അത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ SMPS എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ SMPSൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 230 വോൾട്ട് AC നമ്മൾ റെക്ടിഫൈ ചെയ്ത് DC ആക്കി, പക്ഷെ
ആ ഒരു സിംഗിൾ ഡി സി വോൾട്ടേജ് ആയിരിക്കില്ല ഒരു കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിന്റെ പല പല ഭാഗങ്ങളിലുള്ള പല പല ഡിവൈസുകൾക്ക് പല വോൾട്ടേജ് റേഞ്ച് ആയിരിക്കും വേണ്ടത്. ചിലതിന് 12 വോൾട്ട് വേണം, ചിലതിന് ±12 വോൾട്ട് ഓർ 15 വോൾട്ട് വേണം, ചിലതിന് 1.5 വോൾട്ട് ആണ്, 3.7 വോൾട്ട് ആണ്. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജസ് നമുക്ക് ഒരു സിംഗിൾ ബോർഡിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ എക്യുപ്മെന്റിലോ തന്നെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ഡി സി വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ വേറൊരു ഡി സി വോൾട്ടേജ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആവശ്യം വരാറുണ്ട്. നമുക്ക് എ സി ആണെങ്കിൽ എ സി ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ലെവലിലുള്ള എ സിയെ മറ്റൊരു വോൾട്ടേജ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ട്രാൻസ്ഫോർമേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഡി സിയുടെ വോൾട്ടേജ് ലെവൽ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈസി ആയിട്ട്. അപ്പോൾ അവിടെയും ഒരു പവർ കൺവേർട്ടർ സ്റ്റേജ് ആവശ്യമാണ്, ഡി സി ടു ഡി സി കൺവേർഷൻ. പിന്നെ വരുന്നത് ഡി സി ടു എ സി കൺവേർഷൻ ആണ്. അത് നമ്മൾ ഇൻവേർട്ടർ ആണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. നമുക്ക് മെയിൻ സപ്ലൈ എപ്പോഴും റിലയബിൾ ആവണം എന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും മെയിൻ സപ്ലൈ നമുക്ക് ലോസ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എ സിയിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റുകളെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എ സി സോഴ്സ് വേണം. അപ്പോൾ എ സിയുടെ പ്രത്യേകത ഡി സിയെ പോലെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഓൾവേസ് സ്റ്റോർ ഡി സി വോൾട്ടേജ് ഡി സി ഇൻ ബാറ്ററീസ്, ബട്ട് എ സി ഒരിക്കലും നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ പവർ ഉള്ള സമയത്ത് നമ്മൾ എ സി പവറിൽ നിന്നും ഇലക്ട്രിക് പവർ എടുത്ത് ഡി സി ആയി കൺവേർട്ട് ചെയ്ത് ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം എ സി ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഡി സി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡി സി പവർ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡി സിയെ കൺവേർട്ട് ചെയ്ത് എ സി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കൺവേർഷനും നമുക്ക് ആവശ്യം വരും. ദെൻ അതുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൂടി ഉണ്ട്. അതായത് എ സി സോഴ്സിന്റെ അഭാവം കൊണ്ട് ആണ് ഈ പറഞ്ഞ ഒരു ഇൻവെർട്ടറിന്റെ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞത്. അതായത് എ സി ഇല്ലാതെ വരുന്ന സമയത്ത് എ സി ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇൻവെർട്ടേഴ്സിന്റെ ആവശ്യം വരുന്നത് നമ്മളൊരു മോട്ടോർ കൺട്രോൾ ആപ്ലിക്കേഷനിൽ മോട്ടോഴ്സ് യൂസ് ചെയ്ത് ഉള്ള ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ സ്പീഡ് കൺട്രോളിൽ ആവശ്യമായിട്ട് വരുമ്പോൾ എ സി ഇൻഡക്ഷൻ മോട്ടോറുകളുടെ സ്പീഡ് കൺട്രോള് പോസിബിൾ ആവുന്നത് ഫ്രീക്വൻസി വേരി ചെയ്തിട്ടാണ്. അപ്പോൾ 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് വെച്ച് ഒരു പെർട്ടിക്കുലർ സ്പീഡിലാണ് നമുക്ക് മോട്ടറിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എ സി മോട്ടറിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 50 ഹെർട്സിന് പകരം 60 ഹെർട്സോ അല്ലെങ്കിൽ 40 ഹെർട്സിലോ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. സ്പീഡ് കുറച്ചോ കൂട്ടിയോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസിയും കറസ്പോണ്ടിങ്ങിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ വേണം. അത് നമുക്ക് എന്താ പറയുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പവറിന്റെ ഫ്രീക്വൻസി നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ഫോർമർ പോലെയുള്ള പാസീവ് ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്ത് നമുക്ക് വോൾട്ടേജ് ലെവൽ ചേഞ്ച് ചെയ്യാമെങ്കിലും ഫ്രീക്വൻസി മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിലും നമുക്ക് ഇൻവെർട്ടറുകളുടെ ആവശ്യം വരും. പക്ഷെ അവിടെ ആദ്യം എ സിയെ ഡി സി ആയി കൺവേർട്ട് ചെയ്തതിന് ശേഷം ദെൻ ആ വരുന്ന ഡി സിയെ ഇഷ്ടമുള്ള ഫ്രീക്വൻസി ഉള്ള എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേജിൽ നമുക്കൊരു ഡി സി ടു എ സി കൺവേർട്ടർ അല്ലെങ്കിൽ ഇൻവെർട്ടറിന്റെ ആവശ്യം വരും. പിന്നെ വരുന്നത് എ സി ടു എ സി കൺവേർഷൻ ആണ്. സോ എ സി ടു എ സി പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള എ സി ടു എ സി കൺവേർട്ടേഴ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ സൈക്ലോ കൺവേർട്ടേഴ്സ് എന്ന് പറയും. സൈക്ലോ കൺവേർട്ടേഴ്സ് നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ, അതായത് ഫ്രീക്വൻസി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള എ സി പവറിനെ മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് സൈക്ലോ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുക. പക്ഷേ സൈക്ലോ കൺവേർട്ടേഴ്സിന്റെ റേഞ്ച് ലിമിറ്റഡ് ആണ്. നമ്മൾ എ സി ഡി സി ആക്കി
പിന്നീട് ഇൻവെർട്ടർ യൂസ് ചെയ്ത് ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് സൈക്ലോ കൺവേർട്ടേഴ്സിനുണ്ട്. എങ്കിലും AC to AC കൺവേർഷനിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് ഡിവൈസസ് ആണ് സൈക്ലോ കൺവേർട്ടേഴ്സ്. അത് ഫ്രീക്വൻസി സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി ഡിവൈസ് എന്ന് പറയുന്നത് AC വോൾട്ടേജ് കൺട്രോളേഴ്സ് ആണ്. സോ അവിടെ ഇൻപുട്ട് AC തന്നെ ആയിരിക്കും, ഔട്ട്പുട്ടും AC തന്നെയാണ്. ഫ്രീക്വൻസി ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും ഫ്രീക്വൻസിയും സെയിം തന്നെ ആയിരിക്കും, പക്ഷേ വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് എന്താ പറയുന്ന ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് വെച്ചിട്ടാണ്, മാഗ്നറ്റിക് സർക്യൂട്ടാണ് അതിൻ്റെ കോറ്, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് സർക്യൂട്ടാണ്. അപ്പോൾ നാച്ചുറലി ഒരു ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് വളരെ ബൾക്കി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ അതിനു പകരം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു AC വോൾട്ടേജ് കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന പവർ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്താൽ നമുക്ക് പറ്റും. അങ്ങനെയുള്ള AC വോൾട്ടേജ് കൺട്രോളേഴ്സ് ഉണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വി ക്യാൻ ക്രിയേറ്റ് ദാറ്റ് AC to AC വോൾട്ടേജ് കൺട്രോളേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും തരത്തിലുള്ള ഡിവൈസസ് ആണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പവർ ഇലക്ട്രോണിക്സ് കൊണ്ട് ചെയ്യുന്നത്. നമുക്കൊരു സോഴ്സ് ഉണ്ടാവും, സോഴ്സ്, അത് കഴിഞ്ഞ് പവർ കൺവേർട്ടർ, ദെൻ പവർ കൺവേർട്ടറിൽ നിന്ന് ലോഡ്. ഓക്കെ, അപ്പോൾ ലോഡിന്റെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് സോഴ്സിന്റെ പവറിനെ മോഡുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് പവർ കൺവേർട്ടർ. ഇത് നമ്മൾ സിലിക്കൺ ബേസ്ഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് പവർ ഇലക്ട്രോണിക്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത്. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ നീഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പവർ കൺവേർട്ടർ സ്റ്റേജ് ആണ് നമ്മുടെ സോഴ്സിന്റെയും ലോഡിന്റെയും ടൈപ്പ് സെയിം ആക്കുക, പവർ ഒരേ രീതിയിലുള്ള പവർ, അല്ലെങ്കിൽ പവറിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക. ചില കേസുകളിൽ നമുക്ക് ഈ പവർ കൺവേർട്ടർ ബൈ ഡയറക്ഷനിലും ആവാം. ഫോർ എക്സാമ്പിൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ്, നമുക്ക് ചില ഇലക്ട്രിക് വെഹിക്കിൾസിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആവശ്യമായിട്ട് വരും. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ലോഡിൽ നിന്ന് തിരിച്ച് സോഴ്സിലേക്ക് പവർ ഫ്ലോ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയും ഈ പറയുന്ന ഒരു പവർ കൺവേർട്ടർ ആവശ്യമാണ്, പവറിന്റെ ഡയറക്ഷൻ സ്വിച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പവർ കൺവേർട്ടറുകളുടെ സ്റ്റഡിയാണ് പവർ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മെയിനായിട്ടുള്ള എന്താണ് പവർ ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റി പഠിക്കാം. ഓക്കെ, സോ അടുത്ത സ്ലൈഡ് എടുക്കുന്ന. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള പല ഡിവൈസസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സർക്യൂട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ദർ ഇസ് നോട്ട് എ സിംഗിൾ ഡിവൈസ്, ഒരുപാട് ഡിവൈസുകൾ, ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ ഓരോ തരത്തിലുള്ള ഡിവൈസസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക് എന്ന് പറയുന്നത് അനലോഗ് ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ പഠിച്ച ഡയോഡാണ്. അപ്പോൾ ഡയോഡിൽ നിന്ന് തന്നെയാണ്, ഡയോഡ് പവർ ഇലക്ട്രോണിക്സിൻ്റെയും പാർട്ടാണ്. കാരണം ഡയോഡിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് തന്നെ AC to DC കൺവേർഷൻ അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ ആണ്. നോർമലി നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിച്ച ഡയോഡ്സ് എല്ലാം റെക്ടിഫയർ ഡയോഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, സോ റെക്ടിഫയർ ഡയോഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ റെക്ടിഫയർ ഡയോഡ് AC-യെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ PN ജംഗ്ഷൻ. സോ എന്താണ് സിലിക്കൺ ഡിവൈസ്, P ജംഗ്ഷൻ, N ജംഗ്ഷൻ എന്താ, P ടൈപ്പ് മെറ്റീരിയൽ, N ടൈപ്പ് മെറ്റീരിയൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് അസ്യൂം ചെയ്യുന്നു. സോ ബേസിക്കലി
ഒരു ഡയോഡിൽ we have a p-type material and an n-type material. Then ആ p-type നിന്നും n-type നിന്നും നമ്മൾ രണ്ട് contacts എടുക്കും. So the first one is from the p side we have the anode terminal and from the n side we have the cathode terminal. Okay, so ഇതാണ് നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള ഡയോഡിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ഈ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്കും നമുക്കറിയാം. VI ക്യാരക്ടറിസ്റ്റിക്, വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്. സോ ഇഫ് യു പ്ലോട്ട് voltage versus current, it will be something like this. Then negative side ലേക്ക് പോയി കഴിഞ്ഞാൽ okay, so ഇവിടെ ഒരു ഡയോഡിന് മെയിൻലി രണ്ട് സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഉള്ളതെന്ന് പറയുന്നത്. ഒന്ന് ഫോർവേഡ് ബയാസ്ഡും രണ്ടാമത്തത് റിവേഴ്സ് ബയാസ്ഡും. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് ഈസ് മോർ പോസിറ്റീവ് കമ്പയർഡ് ടു കാഥോഡ്. ഓക്കെ, സോ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ ആനോഡ് മോർ പോസിറ്റീവ് കമ്പയർഡ് ടു കാഥോഡ്. എപ്പോഴും നമ്മൾ റെഫറൻസ് ആയിട്ട് പറയുന്ന കാഥോഡ് ആയിരിക്കും. ഇപ്പോൾ കാഥോഡിനെ അപേക്ഷിച്ച് ആനോഡ് കൂടുതൽ പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഫോർവേഡ് ബയാസ് എന്ന് പറയുക. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ്, നമ്മൾ ഈ പറയുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഈ VI ക്യാരക്ടറിസ്റ്റിക്കിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് വിൽ സ്റ്റാർട്ട് ടു കണ്ടക്ട്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, കറണ്ട് വിൽ ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ്. അപ്പോൾ ആനോഡ് പോസിറ്റീവ് വോൾട്ടേജ്, കാഥോഡിൽ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ എ കട്ട് ഇൻ വോൾട്ടേജ് V ഗാമ, കറണ്ട് ഡിവൈസിലൂടെ ഫ്ലോ ചെയ്യും ഫ്രം ആനോഡ് ടു കാഥോഡ്. കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ആനോഡ് ടു കാഥോഡ്. ഓക്കെ, ഇനി ഈ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഫോർവേഡ് ബയാസ് എന്ന് പറയാം. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണ് റിവേഴ്സ് ബയാസ് എന്ന് പറയാം. സോ റിവേഴ്സ് ബയാസിൽ ആനോഡ് നെഗറ്റീവ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു കാഥോഡ് ആനോഡ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അത് ഈ തേർഡ് ക്വാഡ്രന്റ് ആണ് ആ റിവേഴ്സ് ബയാസ് എന്ന് പറയുന്ന കണ്ടീഷൻ. സോ അവിടെ വോൾട്ടേജ് നെഗറ്റീവ് ആണ്, കറണ്ട് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ അപ് ടു എ സർട്ടൻ അപ്ലൈഡ് വോൾട്ടേജ്, ഒരു സർട്ടൻ അപ്ലൈഡ് വോൾട്ടേജ് വരെ there will be almost zero current flowing through the device. ഓക്കെ, അതായത് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആനോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇമീഡിയറ്റ്ലി വളരെ ചെറിയൊരു കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതേസമയം റിവേഴ്സ് ബയാസ് അല്ലെങ്കിൽ ആനോഡിൽ നെഗറ്റീവ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിർച്വലി നോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ഡിവൈസ്. ഓക്കെ, ആനോഡിൽ നിന്ന് കാഥോഡിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കോ കറണ്ട് ഫ്ലോ ഉണ്ടാവാറില്ല. ചെറിയൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്. അതിനെ നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞൊരു വളരെ ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇറ്റ്സ് വിർച്വലി സീറോ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വാല്യൂ ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. വോൾട്ടേജ് എത്ര കൂട്ടിയാലും അതിൽ കാര്യമായ ഇൻക്രീസ് വരില്ല. ദെൻ അങ്ങനെ കൂട്ടി ഒരു പരിധിയിൽ കൂടുതൽ അപ്ലൈഡ് വോൾട്ടേജ്, നെഗറ്റീവ് വോൾട്ടേജ് നമ്മൾ ഡയോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തും വേർ ദർ ഇസ് എ സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട്. കറണ്ട് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്ന ആ സിറ്റുവേഷനെ നമ്മൾ ബ്രേക്ക് ഡൗൺ എന്നാണ് പറയാം. സോ ഈ ബ്രേക്ക് ഡൗൺ സിറ്റുവേഷൻ സമയത്ത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കൊരു കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് ഒക്കർ ചെയ്യുന്നത് വളരെ ഹൈ വോൾട്ടേജിലായിരിക്കും ഒക്കർ ചെയ്യുക, ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുക. അപ്പോൾ നോർമലി നമ്മളൊരു ഡയോഡിനെ പറ്റി
പറയുമ്പോൾ അതിൻ്റെ റേറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഈ റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണ് എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു റെക്ടിഫയർ ഡയോഡാണ് 1N4007. സോ ഈ 1N4007ന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് 400 വോൾട്ട് ആണ്. അതായത് റിവേഴ്സ് ആയിട്ട് 400 വോൾട്ടേജ് അപ്ലൈ ചെയ്താലും ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. അതിന് എബോവ് വോൾട്ടേജ് പോയാൽ, നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ. അതുവഴി നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ഡയോഡ്. അപ്പോൾ ഈ ഡയോഡിന്റെ ഈ പറയുന്ന കട്ട് ഇൻ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് യൂഷ്വലി അറൌണ്ട് 0.7 വോൾട്ട് ആണ്. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ട് ആണ്. ജെർമേനിയം ആണെങ്കിൽ 0.3. അത് പവർ ഇലക്ട്രോണിക്സിൽ ഒരിക്കലും നമ്മൾ ജെർമേനിയം ഡയോഡിന്റെ കാര്യം, ജെർമേനിയം ഡിവൈസസിന്റെ കാര്യം പറയില്ല. കാരണം എല്ലാ പവർ ഇലക്ട്രോണിക് ഡിവൈസസും സിലിക്കൺ ബേസ്ഡ് ഡിവൈസസ് ആണ്. ജെർമേനിയത്തിനെ അപേക്ഷിച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് സിലിക്കൺ ഉള്ളത് കൊണ്ട് സിലിക്കൺ ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ വി ഗാമ എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആയിരിക്കും നോർമലി നമ്മുടെ റെക്ടിഫയർ ഡയോഡുകൾ എന്ന് പറഞ്ഞാൽ ലോ പവർ റെക്ടിഫയർ ഡയോഡുകൾക്കല്ല. അപ്പോൾ ഈ 1N4007 എന്ന് പറഞ്ഞതിലൊക്കെ കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1 ആംപിയർ കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യുള്ളൂ. മാക്സിമം 1 ആംപിയർ കറണ്ട് നമുക്ക് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മാക്സിമം 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യിക്കാം. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കറൻറ്റും കൂടുതൽ വോൾട്ടേജും ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഉള്ള ഡിവൈസസ് വേണം. അപ്പോൾ ആ ഡിവൈസസിനെയാണ് നമ്മൾ പവർ ഡയോഡ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഈ ഡയോഡ്, റെക്ടിഫയർ ഡയോഡ്, സിമ്പിൾ ഡയോഡ് എന്നൊക്കെ പറയുന്ന ഈ വെറും PN ജംഗ്ഷൻ്റെ വോൾട്ടേജ് റേഞ്ചും കറണ്ട് റേഞ്ചും ലിമിറ്റഡ് ആണ്. ഹൺഡ്രഡ്സ് ഓഫ് വോൾട്ടിൽ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഹൺഡ്രഡ്സ് ഓഫ് വോൾട്ടിനടുത്തായിരിക്കും ഇതിൻ്റെ വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റിയും. അതുപോലെ ഫ്യൂ ആംബിയേഴ്സ് ആയിരിക്കും, 1-2 ആംബിയറിൽ കൂടുതലൊന്നും കറണ്ട് അതുവഴി നമുക്ക് പാസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ കൂടുതൽ വോൾട്ടേജും കൂടുതൽ വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യാനും കൂടുതൽ കറന്റ് പാസ് ചെയ്യാനും പറ്റുന്ന ഡിവൈസസിനെ നമ്മൾ പവർ ഡയോഡ്സ് എന്നായിരിക്കും പറയാം. സോ പവർ ഡയോഡുകൾ കൺസ്ട്രക്ഷനിലി കുറച്ച് ഡിഫറൻ്റ് ആണ്. ഈ നോർമൽ റെക്ടിഫയർ ഡയോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ ഡയോഡ്, സോ റെക്ടിഫയർ ഡയോഡ് എന്നോ ജംഗ്ഷൻ ഡയോഡ് എന്നോ നമ്മളിതിനെ പറയാറുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ് ഈ പറയുന്ന പവർ ഡയോഡുകളുടെ കൺസ്ട്രക്ഷൻ. സോ ഒരു പവർ ഡയോഡിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ദർ ഈസ് എ മിഡിൽ ലെയർ ഇൻ ബിറ്റ്വീൻ എ PN ജംഗ്ഷൻ. ഒരു PN ലെയേഴ്സ് മാത്രമല്ല, അതിനിടയിൽ മറ്റൊരു ലെയർ കൂടി ഉണ്ടാവും. സോ ബേസിക്കലി ഒരു പവർ ഡയോഡ് അതിൽ 3 ടൈപ്പ് ഓഫ് സിലിക്കൺ മെറ്റീരിയൽസ് ഉണ്ടാവും. ആനോഡ് എന്ന് പറയുന്നത് ഒരു P+ റീജിയൻ ആയിരിക്കും. P+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ P റീജിയൻ വിച്ച് ഹാസ് വെരി ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. വളരെ ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉള്ള ഒരു P റീജിയൻ ആയിരിക്കും P+ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ P+ റീജിയൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു N- റീജിയനുള്ളിൽ ആണ് ഇരിക്കുന്നത്. N- എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷനെക്കാട്ടിലും കുറവായിരിക്കും ആ പറയുന്ന ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. നോർമൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷനെക്കാട്ടിലും കുറവാണെങ്കിൽ മൈനസ് എന്നും കൂടുതലാണെങ്കിൽ പ്ലസ് എന്നും പറഞ്ഞാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ P+ മീൻസ് നോർമൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷനെക്കാട്ടിലും കൂടുതലായിരിക്കും. N- എന്ന് പറയുമ്പോൾ N ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും, പക്ഷേ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നോർമലിനെക്കാട്ടിലും കുറവായിരിക്കും. ദെൻ ആ N- റീജിയന് താഴെ ഒരു N+ റീജിയൻ കൂടി ഉണ്ടാവും. ഇതാണ് പവർ ഡയോഡിന്റെ കൺസ്ട്രക്ഷൻ. ഇതിൽ ഈ N- റീജിയൻ എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു
എന്താ പറയുക, ഒരു ഡ്രിഫ്റ്റ് റീജിയൻ എന്നോ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് റീജിയൻ എന്ന് വിളിക്കും. അതല്ലെങ്കിൽ എപ്പിടാക്സിയൽ ലെയർ എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള, എപ്പിടാക്സിയൽ ലെയർ എന്നാണ് അതിനെ വിളിക്കാറ്. സോ എന്താണ് എപ്പിടാക്സിയൽ ലെയർ, അല്ലെങ്കിൽ എന്തിനാണ് ഈ എപ്പിടാക്സിയൽ ലെയർ? അപ്പോൾ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിന്റെ റിവേഴ്സ് ബ്ലോക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നതിലുള്ള ലിമിറ്റേഷൻ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പവർ അല്ലെങ്കിൽ കൂടുതൽ വോൾട്ടേജ് വരുന്ന സിറ്റുവേഷനുകളിൽ നോർമൽ ജംഗ്ഷൻ ഡയോഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എപ്പിടാക്സിയൽ ലെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എപ്പിടാക്സിയൽ ലെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എപ്പിടാക്സിയൽ ലെയർ ആക്ച്വലി ഇൻക്രീസസ് ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ആണ് എത്ര വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ നമുക്ക് എന്നുള്ളതിന്റെ ഒരു മെഷർ എന്ന് പറഞ്ഞ ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്താണ്. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് കൂടുതൽ വോൾട്ടേജ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എൻ മൈനസ് റീജിയൻ, ഈ എൻ മൈനസ് റീജിയന്റെ വിഡ്ത്ത് ആണ് വിത്ത്സ്റ്റാൻഡ് വോൾട്ടേജിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. എൻ മൈനസ് ലെയറിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് കൂടുതൽ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ തിക്നെസ് ഓഫ് എൻ മൈനസ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ബ്ലോക്കിംഗ് വോൾട്ടേജ്. അപ്പോൾ ബ്ലോക്കിംഗ് വോൾട്ടേജ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എൻ മൈനസ് റീജിയന്റെ തിക്നെസ് കൂട്ടിയാൽ മതി. അപ്പോൾ എൻ മൈനസ് റീജിയന്റെ തിക്നെസ് കൂട്ടുമ്പോൾ ദർ ഇസ് എ ഡിസഡ്വാൻറ്റേജ്. ഈ എൻ മൈനസ് എന്ന് വിളിക്കാനുള്ള കാരണം പറഞ്ഞത് ഇതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, നമ്മൾ സിലിക്കണെ ഡോപ്പ് ചെയ്യുന്നതിന്റെ റീസൺ തന്നെ അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പം നോർമലി നമ്മൾ നോർമൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷനിൽ നിന്ന് നമ്മൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ സംഭവിക്കുന്ന എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി കുറയും. അതായത് എൻ മൈനസ് റീജിയന്റെ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പി എൻ റീജിയന്റെ ഇടയിൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞ ഒരു റീജിയൻ വരുന്നു. അപ്പോൾ അതിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും അവസ്ഥ? ഇതിൽ ഉണ്ടാകുന്ന ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ, കൂടുതൽ തിക്കായിട്ടുള്ള, അപ്പോൾ അതിന്റെ തിക്നെസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടുതൽ ഡിസ്റ്റൻസ് ഈ പറയുന്ന ഡ്രിഫ്റ്റ് റീജിയൻ അല്ലെങ്കിൽ എപ്പിടാക്സിയൽ ലെയറിലൂടെ കൂടുതൽ ദൂരം കറണ്ട് സഞ്ചരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിക്കായിട്ടുള്ളൊരു ഡ്രിഫ്റ്റ് ലെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയോഡിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസോ. അപ്പോൾ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതിനകത്തുണ്ടാവുന്ന ലോസസും കൂടുതലായിരിക്കും, കണ്ടക്ഷൻ ലോസസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ എൻ മൈനസ് ലെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോർ കണ്ടക്ഷൻ ലോസസ് ആണ്. ഓക്കെ, സോ ഈ എൻ മൈനസ് ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കോംപ്രമൈസ് ആണ് ബിറ്റ്വീൻ an increased blocking voltage and a increased conduction loss. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ ലോസ് ഒരുപാട് കൂടാതെ മാക്സിമം എത്ര ബ്ലോക്കിംഗ് വോൾട്ടേജ് കിട്ടുമോ ആ രീതിയിലായിരിക്കും നമ്മൾ ഈ എൻ മൈനസ് ലെയറിന്റെ തിക്നെസ്സും അതുപോലെ അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനും തീരുമാനിക്കും. ഡോപ്പിംഗ് കോൺസെൻട്രേഷനും ഈ പറഞ്ഞ പോലെ ഇതിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, തിക്നെസ് മാത്രമല്ല ഡോപ്പിംഗ് കോൺസെൻട്രേഷനും അതിനെ അഫക്റ്റ് ചെയ്യും, ഇതിന്റെ റെസിസ്റ്റൻസിനെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഡിസൈനിൽ വരുന്നത്. ഓക്കെ, ദെൻ ഡയോഡിന്റെ സിമ്പല് ഇറ്റ്സ് ലൈക്ക് ദിസ്. സോ this is the anode and this is the cathode, and current will always flow from anode to cathode. Okay, anode current anode-il ninnu cathode-ilekku flow cheyyam. Okay, so power diode ennu parayumbol normal diode-il ninnu
അഡീഷണൽ ആയിട്ടൊരു ഡ്രിഫ്റ്റ് റീജിയൻ അല്ലെങ്കിൽ എപ്പിടാക്സിയൽ ലെയർ ഉണ്ടാവും. അതിൻ്റെ യൂസേജ് ബ്ലോക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് ബ്ലോക്കിംഗ് വോൾട്ടേജ് കൂടും, പക്ഷേ കണ്ടക്ഷൻ ലോസും കൂടും, അല്ലെങ്കിൽ റെസിസ്റ്റൻസും കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ നാച്ചുറലി കണ്ടക്ഷൻ ലോസസും കൂടും. ഓക്കെ, ദെൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഈ വരച്ചത് ഇതിൻ്റെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് ആയിരുന്നു. അതായത് ഓൺ ആയതിനു ശേഷം എങ്ങനെയാണ് വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേഷൻ എന്നുള്ള ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് ആണിത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്ക ഡിവൈസിനും നമ്മളൊരു ഡൈനമിക് അല്ലെങ്കിൽ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി പറയാറുണ്ട്. അപ്പോൾ ഡയോഡിൻ്റെ കേസിലാണെങ്കിൽ ഈ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ അതിന് രണ്ട് സ്റ്റേജസ് ഉണ്ട്. ടേൺ ഓൺ സമയത്തുള്ള സ്വിച്ചിങ്ങും ടേൺ ഓഫ് സമയത്തുള്ള സ്വിച്ചിങ്ങും. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടേൺ ഓഫ് സമയത്തുള്ളതാണ്. അപ്പോൾ കറണ്ട് വേഴ്സസ് ടൈം നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതാണ് ഡൈനമിക് ക്യാരക്ടറിസ്റ്റിക്. കറണ്ട് ഓർ വോൾട്ടേജ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം പ്ലോട്ട് ചെയ്യുന്നതാണ് ഡൈനമിക് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഇതിൽ ടേൺ ഓഫ് സമയത്ത് ഡൈനമിക് ക്യാരക്ടറിസ്റ്റിക്, എസ്പെഷ്യലി കറണ്ട് വേഴ്സസ് ടൈം ക്യാരക്ടറിസ്റ്റിക്സിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കറണ്ട് 0 ആവുമ്പോൾ നോർമലി വി എക്സ്പെക്ട് the diode to stop conducting when the anode current reaches 0. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് ആനോഡ് കറണ്ട് കുറയും. അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് നെഗറ്റീവായി. അപ്പോൾ എന്ത് വരും? നാച്ചുറലി ആനോഡ് കറണ്ട് ഡ്രോപ്പ് ചെയ്യും. ആനോഡ് കറണ്ട് ഡ്രോപ്പ് ചെയ്ത് 0 ആയി കഴിഞ്ഞാൽ ഡിവൈസ് ആ സമയം ആ ഇൻസ്റ്റന്റിൽ ഓഫ് ആവില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അത് നെഗറ്റീവ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് 0 ആയെങ്കിലും ഡിപ്ലീഷൻ റീജിയനിൽ ചാർജസ് ഉണ്ടാവും. ഓക്കെ, കറണ്ട് ഫ്ലോ പോയി എങ്കിലും ഡിപ്ലീഷൻ റീജിയൻ ഒരു സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഹാസ് റീഗെയിൻഡ് ഇറ്റ്സ് വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി. വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഫുള്ളി റീഗെയിൻ ചെയ്യുമ്പോഴാണ് നമ്മളത് ഫുള്ളി ടേൺഡ് ഓഫ് ആയി എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഡിവൈസ് വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി എപ്പോഴാണ് അതിന് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ when the device has enough depletion region ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എത്തിക്കഴിയുമ്പോഴാണ് അതിന് ഈ പറയുന്ന വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി വരിക. അപ്പോൾ ഡിപ്ലീഷൻ റീജിയനിൽ നമുക്ക് മൊബൈൽ ചാർജസ് ഒന്നും പാടില്ല. അതായത് ഇലക്ട്രോൺസും ഹോൾസും ഒന്നും ഡിപ്ലീഷൻ റീജിയനിൽ പാടില്ല. അവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള അയോൺസ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയോഡിലെ കറണ്ട് 0 ആവുമ്പോൾ അവിടെയുള്ള മൊബൈൽ ചാർജസ് ആ ഡിപ്ലീഷൻ റീജിയനിൽ തന്നെ ഉണ്ടാവും. ആ ഡിപ്ലീഷൻ റീജിയനിൽ നിന്ന് ആ മൊബൈൽ ചാർജസ് റിമൂവ് ആയാൽ മാത്രമേ അതിന് ആ വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി തിരികെ വരൂ. അപ്പോൾ അതിന് കുറച്ചുകൂടി സമയം വേണം. അപ്പോൾ ആ സമയം കൊണ്ട് the current will change its direction. കറണ്ട് നെഗറ്റീവ് ആവും. അങ്ങനെ നെഗറ്റീവായി ഒരു മാക്സിമം കറണ്ടിൽ എത്തിയ ശേഷം it will start to increase to 0. ഓക്കെ, അപ്പോൾ ശരിക്കും കറണ്ട് ഈ ഒരു ഇൻസ്റ്റന്റിൽ 0 ആയി. പക്ഷേ ഡിവൈസ് ടേൺ ഓഫ് ആകുന്നത് ഇവിടെ T1 എന്ന് പറയുന്ന സമയത്താണ് കറണ്ട് ആക്ച്വലി 0 ആവുന്നത്, ഡയോഡ് കറണ്ട് 0 ആവുന്നത്. പക്ഷേ T2 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലാണ് ഡിവൈസ് ആക്ച്വലി ഓഫ് ആവുന്നത്, അല്ലെങ്കിൽ ഫുള്ളി വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി ഫുള്ളി റീഗെയിൻ ചെയ്യുന്നത് T2 എന്ന് പറയുന്ന സമയത്താണ്. അപ്പോൾ ഈ രണ്ട് ടൈം തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയും.
ഓക്കെ, റിവേഴ്സ് റിക്കവറി ടൈം, TRR അല്ലെങ്കിൽ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയും. ഈ റിവേഴ്സ് റിക്കവറി ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സിലും അത് ഒരു ഫാക്ടറാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പവർ ഇലക്ട്രോണിക്സിൽ മിക്ക ഡിവൈസ് നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ചെയ്യുക. അപ്പോൾ റിവേഴ്സ് റിക്കവറി ടൈം ഈ പറയുന്ന സ്വിച്ചിങ് ഫ്രീക്വൻസിയെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. റിവേഴ്സ് റിക്കവറി ടൈം കൂടിയാൽ നമുക്ക് ഈ ഡിവൈസിനെ ഓൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിവൈസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ച് ചെറുതാവും, അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രീക്വൻസി കുറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ TRR എന്ന് പറയുന്ന വാല്യൂ കുറവായിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ഡയോഡ്സ് നമ്മൾ പലതരത്തിൽ ഉണ്ടാവും. ചില ഡയോഡുകൾക്ക് TRR കുറച്ച് കൂടുതലായിരിക്കും. അത് നമ്മൾ ഈ പറയുന്ന ലൈൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ 50 ഹെർട്സ് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ 50 to 100 ഹെർട്സ് ആ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്ന ഡയോഡുകൾക്ക് ഈ പറയുന്ന TRR കുറച്ച് ഹൈ ആയിരിക്കും. കാരണം 50 ഹെർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 20 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 10 മില്ലി സെക്കൻഡ് ആണ് ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ TRR എന്ന് പറയുന്നത് നോർമലി മൈക്രോ സെക്കൻഡ് റേഞ്ചിലായിരിക്കും വരിക. 1 to 10 മൈക്രോ സെക്കൻഡ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഈ ഡിവൈസുകൾക്ക് വരിക. അപ്പോൾ ഫ്രീക്വൻസി വളരെ ചെറുതാണെങ്കിൽ, അപ്ലൈഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സോഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിവൈസ് സബ്ജക്റ്റ് ചെയ്യപ്പെടുന്ന ഫ്രീക്വൻസി ചെറുതാണെന്നുണ്ടെങ്കിൽ TRR കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനുകളിൽ നമുക്ക് ഈ പറയുന്ന TRR കൂടിയ ഡിവൈസസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഷോർട്ട് കീ ഡയോഡ് പോലെയുള്ള ഡിവൈസസ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷോർട്ട് കീ ഡയോഡ് ഒരു മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഡയോഡാണ്. ഷോർട്ട് കീ ഡയോഡിൻ്റെ അഡ്വാൻറ്റേജ് റിവേഴ്സ് റിക്കവറി ടൈം ഇല്ല എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് ഡയോഡ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് ഇതിൻ്റെ TRR വളരെ നെഗ്ലിജിബിൾ ആണ്. പക്ഷേ അതിൻ്റെ റിവേഴ്സ് വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി വളരെ കുറവാണ്. 100 വോൾട്ടിലൊക്കെ താഴെ ഉണ്ടാവുള്ളൂ. 50 മുതൽ 100 വോൾട്ട് റേഞ്ചിലൊക്കെ ആയിരിക്കും മാക്സിമം ഒരു ഷോർട്ട് കീ ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പവർ ഡയോഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ ബ്ലോക്കിംഗ് വോൾട്ടേജ്, ദെൻ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, ദെൻ റിവേഴ്സ് റിക്കവറി ടൈം. ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഒരു ഹൈ പവർ ആപ്ലിക്കേഷൻ ബട്ട് ലോ ഫ്രീക്വൻസി, അതായത് നമ്മുടെ ലൈൻ വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി go for a diode with greater reverse recovery time. അതല്ല ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് ലൈക്ക് ഒരു SMBS അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫോൺ ചാർജർ പോലെയുള്ളൊരു ചാർജിങ് സർക്യൂട്ട് എന്ന് പറയുന്നത് 70 kHz അല്ലെങ്കിൽ 100 kHz റേഞ്ചിലൊക്കെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഡയോഡുകൾക്ക് നമുക്ക് ഷോർട്ട് കീ ഡയോഡ്, സാധാരണ ലൈൻ വോൾട്ടേജ് റെക്ടിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ഡയോഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം ഷോർട്ട് കീ ഡയോഡ്സ് യൂസ് ചെയ്യണം. അപ്പോൾ അവിടെയുള്ള ഒരു ലിമിറ്റേഷൻ, ആ ഷോർട്ട് കീ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കുറവാണ്. അപ്പോൾ 400 വോൾട്ടോ അല്ലെങ്കിൽ അതിന് എബോവോ ഒക്കെ ആണ് നമ്മുടെ ഔട്ട്പുട്ട്, അതിന് അക്രോസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വി കനോട്ട് ഡു എനിത്തിങ്. അപ്പോൾ ഫ്രീക്വൻസി കുറച്ച് സാധാരണ ഡയോഡ് വെക്കേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഫ്രീക്വൻസി, റിവേഴ്സ് വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഒരു ഡയോഡിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡയോഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഡയോഡ് ഈസ് ആൻ അൺകൺട്രോൾഡ് ഡിവൈസ്. ഓക്കെ, നമ്മൾ ആനോഡ് കാഥോഡിനെക്കാട്ടിലും പോസിറ്റീവ് ആയാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ടു കണ്ടക്ട്. ഓക്കെ, അതിന് നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഇപ്പോൾ
ആനോഡ് പോസിറ്റീവ് ആണെങ്കിലും ഇഫ് യു ഡോണ്ട് വാണ്ട് ടു സ്റ്റാർട്ട് കണ്ടക്ട് ദ ഡിവൈസ്, ദർ ഇസ് നോ വേ ടു സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ, എപ്പോൾ ആനോഡ് പോസിറ്റീവ് ആയാലും ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയോഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഓക്കെ, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു ബ്ലോക്കിംഗ് ഡിവൈസ് എന്നുള്ള രീതിയിലാണ്. അതായത് കറണ്ടിനെ ഒരു യൂണി ഡയറക്ഷണൽ കറണ്ടാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു ഡയോഡ് യൂസ് ചെയ്യാം. അതേസമയം കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടാണ് നമുക്ക് ആ കറണ്ടിനെ വേണ്ടതെങ്കിൽ we have to opt for another device, and that is called an SCR. Okay, so SCR or silicon controlled rectifier. Okay, so SCR അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്ന ഡിവൈസ് ഒരു സെമി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആണ്. സെമി കൺട്രോൾഡ് എന്ന് പറയാൻ കാര്യം, യു ക്യാൻ ഡിസൈഡ് വെൻ ടു ടേൺ ഓൺ ദ ഡിവൈസ്. ഓക്കെ, ഡയോഡിനകത്ത് നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. എപ്പോൾ ടേൺ ഓൺ ആകുന്നു, എപ്പോൾ ടേൺ ഓഫ് ആകുന്നു എന്നുള്ളതിൽ വി കനോട്ട് കൺട്രോൾ ദാറ്റ്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ആനോഡ് കാഥോഡിനെക്കാട്ടിലും പോസിറ്റീവ് ആയാൽ ഇറ്റ് ടേൺസ് ഓൺ, ദെൻ ആനോഡ് കാഥോഡിനെക്കാട്ടിലും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ടേൺസ് ഓഫ്. അതിൽ യാതൊരു കൺട്രോളും നമുക്കില്ല. അപ്പോൾ അതിന് പകരം കൺട്രോൾഡ് ആയിട്ട് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഒരു സ്വിച്ചിങ് ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് SCR. പക്ഷെ അതിന് മുന്നേ there is actually a device where we can control the ഡിവൈസ്, അല്ലെങ്കിൽ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് BJT അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ നമ്മൾ നോർമലി വിളിക്കുന്ന BJT ഒരു ഫുള്ളി കൺട്രോൾഡ് ഡിവൈസ് ആണ്. അപ്പോൾ അതിൽ നമുക്കൊരു ബേസ് ടെർമിനൽ ഉണ്ടാവും. സോ ഓക്കെ, സോ ഈ ബേസ് ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും RL ഫ്ലോ ചെയ്യുന്ന കറണ്ട്. RL എന്ന് പറയുന്ന ലോഡിലൂടെയുള്ള കറണ്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് ഉള്ള വോൾട്ടേജിനെ നമുക്ക് ബേസിൽ അപ്ലൈ ചെയ്യുന്ന കറണ്ടിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് BJT. അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയോഡിന് പകരം നമുക്ക് ചില സിറ്റുവേഷനുകളിൽ BJTs യൂസ് ചെയ്യാം. കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് BJTs യൂസ് ചെയ്യാം. പക്ഷേ BJTയുടെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ബേസിൽ അപ്ലൈ ചെയ്യുന്ന കറണ്ട് കണ്ടിന്യൂസ് ആയിരിക്കണം. IB ഷുഡ് ബി കണ്ടിന്യൂസ്. IB റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡിവൈസ് ടേൺസ് ഓഫ്. IB ഉള്ള അത്രയും സമയം ഡിവൈസ് ഓൺ ആയിരിക്കും. IB റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ഓഫ് ആവും. അപ്പോൾ ഡയോഡിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഡിവൈസ് ആണ് BJT. അതുകൊണ്ടാണ് അത് ഒരുമിച്ച് പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നീട് SCR ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ഫുള്ളി കൺട്രോൾഡ് ആണെങ്കിൽ കൂടി ഈ ഒരു ഡ്രോബാക്ക് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കറണ്ട് കൊടുക്കണം. അപ്പോൾ കണ്ടിന്യൂസ് കറണ്ട് കൊടുക്കുന്നതിന് എന്താ ഡ്രോബാക്ക്? ഈ പറയുന്ന കണ്ടിന്യൂസ് കറണ്ട് കൊടുക്കുമ്പോൾ ഗേറ്റ് സർക്യൂട്ടിൽ പവർ ലോസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കറണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് ടൈംസ് കറണ്ട് എന്ന് പറയുന്ന ഒരു പവർ നമ്മൾ ഗേറ്റ് സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. കാരണം എപ്പോഴും നമ്മൾ എഫിഷ്യൻസി ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എഫിഷ്യൻസി കൂട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം പവർ കുറയ്ക്കാൻ പറ്റുമോ അവിടെയെല്ലാം കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ഓൺ ആയിരിക്കുന്ന അത്രയും നേരം കറണ്ട് എന്താ പറയുക, കറണ്ട് കൊടുക്കണം. ഒരു ഗേറ്റ് കറണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ലോസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നി. അങ്ങനെയാണ് SCR എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക്, അവിടെ നിന്നാണ് SCR എന്ന് പറയുന്ന ഡിവൈസിലേക്ക് ഉള്ള ഒരു
ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടേൺ ഓൺ ചെയ്യാനായിട്ട് നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ദ ഡിവൈസ് ഷുഡ് ടേൺ ഓൺ, ബട്ട് ആ സിഗ്നൽ റിമൂവ് ചെയ്താലും ദ ഡിവൈസ് ഷുഡ് കണ്ടക്ട്. അതാണ് SCRന്റെ ഫീച്ചർ, അല്ലെങ്കിൽ SCRന്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് അതാണ്. ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഗിവ് എ സിഗ്നൽ, ബട്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ദ ഓൺ സ്റ്റേറ്റ് ഈവൻ വെൻ യു റിമൂവ് ദ ഗേറ്റ് സിഗ്നൽ. ഓക്കെ, ആ സിഗ്നൽ നമ്മൾ ട്രിഗർ ചെയ്യാൻ ഉപയോഗിച്ച സിഗ്നൽ റിമൂവ് ചെയ്താലും ഡിവൈസ് ഓൺ ആയി തന്നെ നിൽക്കും. അതാണ് SCRന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ SCR എന്തുകൊണ്ടാണ് SCRന് ആ ഒരു പ്രോപ്പർട്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ SCR. അപ്പോൾ BJT ഇറ്റ്സ് എ 3 ടെർമിനൽ ഡിവൈസ് ആൻഡ് ഇറ്റ്സ് എ 3 ലെയർ ഡിവൈസ്. NPN അല്ലെങ്കിൽ PNP എന്ന് പറയുന്ന 2 തരത്തിലുള്ള BJTs ആണ് നമുക്ക് ഉള്ളത്. അതിനു പകരം 4 ലെയർ ഡിവൈസ് ആണ് SCR. SCR എന്ന് പറയുന്നൊരു 4 ലെയർ ഡിവൈസ് ആണ്. ഓക്കെ, അപ്പൊ ഈ 4 ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ PN PN, ഇതാണ് 4 ലെയറുകൾ. ഓക്കെ, സോ PN എന്ന് പറഞ്ഞ് 4 ലെയറുകൾ ഉണ്ടാവും. അപ്പൊ ഇതിലെ ടോപ്പിലെ P ലെയർ നമ്മൾ ആനോഡ് എന്നും ഏറ്റവും താഴെയുള്ള N ലെയറിനെ നമ്മൾ കാഥോഡ് എന്നും പറയും. ദെൻ കാഥോഡിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന P ലെയറിനെ നമ്മൾ ഗേറ്റ് എന്നും വിളിക്കും. ഓക്കെ, ഇതാണ് ഒരു SCRന്റെ കൺസ്ട്രക്ഷൻ. ഇറ്റ്സ് എ 4 ലെയർ ഡിവൈസ് consisting of alternating P and N type semiconductors. PN ആണ് ഒരു SCR. SCRനെ നമ്മൾ തൈറിസ്റ്റർ എന്ന് കൂടി വിളിക്കാറുണ്ട്. സോ SCR is also known as a thyristor. അപ്പൊ ഈ എങ്ങനെയാണ് ഈ SCRന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് 3 ജംഗ്ഷനുകൾ കാണാം. There is a junction here, J1. ഒരു PN ജംഗ്ഷൻ ആണ് J1. Then J2 എന്ന് പറയുന്ന വീണ്ടും ഒരു PN ജംഗ്ഷൻ. Then there is a third PN junction named J3. ഓക്കെ, അപ്പോൾ ഡയോഡിൽ ഒരു ജംഗ്ഷനേ ഉള്ളൂ, ഒരു PN ജംഗ്ഷനേ ഉള്ളൂ, സിംഗിൾ ജംഗ്ഷൻ ഡയോഡ്. ദെൻ ട്രാൻസിസ്റ്റേഴ്സിൽ PNP ആണെങ്കിലും NPN ആണെങ്കിലും 2 ജംഗ്ഷൻസ് ഉണ്ടാവും. തൈറിസ്റ്ററിൽ 3 ജംഗ്ഷൻസ് ഉണ്ടാവും, J1 J2 J3. അപ്പൊ ഈ 3 ജംഗ്ഷനുകളുടെ എന്താ പറയുക ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ SCRന്റെ വർക്കിംഗ് പറയുക. അപ്പൊ SCRന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, there are 3 modes of operation for a SCR. First one is forward blocking. ആദ്യത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ്. ഓക്കെ, സോ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് ഈസ് പോസിറ്റീവ് ആൻഡ് കാഥോഡ് ഈസ് നെഗറ്റീവ് ആൻഡ് ഗേറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ, സോ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ so we can okay, so anode പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്, ഗേറ്റ് ഓപ്പൺ. ഇതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനുകളിൽ
J1 J3 ഫോർവേഡ് ബയാസ്ഡ് ആണ്. കാരണം നമ്മളൊരു ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഈ രീതിക്കാണ് വരിക. അപ്പോൾ ജംഗ്ഷൻ 1ഉം ജംഗ്ഷൻ 3യും ഫോർവേഡ് ബയാസ്ഡും ജംഗ്ഷൻ 2 റിവേഴ്സ് ബയാസ്ഡും ആണ്. ഓക്കെ, സോ ഈ അപ്പോൾ നമുക്ക് 3 ഡയോഡ്സ് കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പക്ഷെ നടുക്കുള്ള ഡയോഡ് തിരിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇടയിലൊരു റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷൻ ഉള്ളത് കൊണ്ട് നോ കറന്റ് വിൽ ഫ്ലോ ത്രൂ ദ ഡിവൈസ്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആനോഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിനെ ഫോർവേഡ് എന്നും, ഈ മോഡിൽ കറന്റ് കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് ബ്ലോക്കിംഗ് എന്നും പറയുന്നു. അതുകൊണ്ടാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് നമ്മളതിനെ വിളിക്കുക. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആണ്, ആനോഡ് പോസിറ്റീവ് കാഥോഡ് നെഗറ്റീവ്, ഇതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ദെൻ രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ നേരെ തിരിയും. ആനോഡ് ഈസ് നെഗറ്റീവ്, കാഥോഡ് ഈസ് പോസിറ്റീവ്. അത് തിരിയുമ്പോൾ ഇവിടെ ജംഗ്ഷൻ 1ഉം ജംഗ്ഷൻ 3യും റിവേഴ്സ് ബയാസ്ഡ് ആയി. പക്ഷേ ജംഗ്ഷൻ 2 ഫോർവേഡ് ബയാസ്ഡ് ആയി. ഓക്കെ, ഇപ്പോഴും 2 ജംഗ്ഷൻസ് റിവേഴ്സ് ബയാസ്ഡ് ആണ്, ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇപ്പോഴും എന്ത് ചെയ്യില്ല, കറന്റ് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഇടയിലൊരു ജംഗ്ഷൻ ഇടയിലൊരു ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിലും 2 ജംഗ്ഷൻസ്, ആദ്യത്തെയും മൂന്നാമത്തെയും ജംഗ്ഷൻസ് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് കറന്റ് ഫ്ലോ ഉണ്ടാവില്ല. ഈ ഫോർവേഡ് ബ്ലോക്കിങ്ങിലും റിവേഴ്സ് ബ്ലോക്കിങ്ങിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ പോലെ എന്ത് ചെയ്യും, SCRനും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. ആ ബ്രേക്ക് ഡൗൺ ആവുന്ന വോൾട്ടേജിനെ നമ്മൾ VBO അല്ലെങ്കിൽ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്നാണ് പറയുക. സോ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്കിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് ബ്ലോക്കിംഗ് സിറ്റുവേഷനുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഒരുപാട് കൂടിയാൽ, അത് ശരിക്കും പറഞ്ഞാൽ VBO എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് ബ്ലോക്കിങ്ങിന്റെ ബേസിസിലാണ് പറയുക. റിവേഴ്സ് ബ്ലോക്കിങ്ങിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് വരും. ബട്ട് നോർമലി ബ്രേക്ക് ഓവർ എന്ന് പറയുന്നത് ഫോർവേഡ് ബ്ലോക്കിങ്ങിന്റെ ബേസിസിലാണ് നമ്മൾ പറയാം. അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി എത്തുമ്പോഴത്തേക്കും J2 ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും. J2 ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ ആ റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും. റിവേഴ്സ് ബയാസ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ J1 J3 ഓൾറെഡി ഫോർവേഡ് ബയാസ്ഡ് ആണ്. J2 ബ്രേക്ക് ഡൗണുമായി. അങ്ങനെ വരുമ്പോൾ ദ ഡിവൈസ് വിൽ സ്റ്റാർട്ട് ടു കണ്ടക്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് വരയ്ക്കുകയാണെങ്കിൽ, if you plot voltage versus current for an SCR, ആദ്യം വോൾട്ടേജ് കൂട്ടിയാലും കറണ്ടിൽ വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ബട്ട് വെൻ ദ വോൾട്ടേജ് റീച്ചസ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് VBO, J2 break downs and J1 and J3 are already forward biased. അപ്പോൾ the VI characteristic suddenly shift to curve like this. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിവൈസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കുറയും. എന്തുകൊണ്ടാണ് ഡിവൈസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ J1 and J2 are
J1 and J3 are already forward biased. അത് ഓൾറെഡി കണ്ടക്ട് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന ജംഗ്ഷൻസ് ആണ്. ഓക്കെ, നടുക്കുള്ള J2 ജംഗ്ഷൻ റിവേഴ്സ് ആയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ ജംഗ്ഷൻ വഴി കറണ്ട് ഫ്ലോ ഇല്ലാത്തത്. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഓൺ ഡയോഡ് ഓൺ ആയിരിക്കുന്ന ഒരു ഡയോഡ് പോലെ അത് ബിഹേവ് ചെയ്യും. സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു കണ്ടക്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈൻസ് വെച്ച് സാറിന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ VBU എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് സഡൻലി ഷിഫ്റ്റ്സ് ടു ഓൺ. ഓക്കെ, ഇവിടെ വരെ ഓഫ് ആയിരുന്ന ഡിവൈസ് പെട്ടെന്ന് ഓൺ ആവും. ഓക്കെ, ഓൺ ആവും. അപ്പോൾ ഓൺ ആവുന്ന സമയത്ത് എന്തായിരിക്കും, അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കുറവായിരിക്കും, അതിലൂടെ ഹൈ കറണ്ടും ഫ്ലോ ചെയ്യും. ഓക്കെ, അതാണ് ഓൺ എന്ന് പറയാം. ടേൺഡ് ഓൺ സ്വിച്ച് ഷുഡ് ഹാവ് ideally zero voltage across it, and it should be ideally be able to carry infinite current. അപ്പോൾ അതാണ് നമ്മൾ ഐഡിയലി എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ. അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് എന്തായിരിക്കും, there will be a small voltage drop across the device and a large current will flow through the device. അപ്പോൾ ഈ ഒരു റീജിയൻ, this region is like this. Okay, നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഓക്കെ, സോ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റെഡ് ലൈൻ പോലെ ഒരു ലൈൻ ആയിരിക്കും വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, when the switch is turned on, it should have zero voltage drop across it and it should be able to carry maximum current. അതിന് പകരമാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു ലൈൻ കിട്ടിയിരിക്കുന്നത്. It has a small voltage drop and it will be able to carry a large current. ഓക്കെ, അപ്പോൾ അതാണ് ഫോർവേഡ് ബ്ലോക്കിങ്ങിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷനിലേക്ക് പോകുന്ന അവസ്ഥ. ഓക്കെ, സോ അതാണ് ആദ്യത്തെ മോഡായ ഫോർവേഡ് ബ്ലോക്കിംഗ്. അത് കഴിഞ്ഞ് ഫോർവേഡ് ബ്ലോക്കിങ്ങിനെ നമ്മൾ വോൾട്ടേജ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ വി ഗോ ടു ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. അതാണ് മൂന്നാമത്തെ മോഡ്. ഫോർവേഡ് കണ്ടക്ഷൻ ബ്ലോക്ക് മോഡിൽ ഓൾ ജംഗ്ഷൻസ് ആർ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, ദെൻ റിവേഴ്സ് ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ജംഗ്ഷൻസ് റിവേഴ്സ് ബയാസ്ഡ് ആണ്, ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും ആണ്. ഇനി ആ സിറ്റുവേഷനിലും എന്ത് സംഭവിക്കാം, നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ രണ്ട് ജംഗ്ഷനുകൾക്കും എന്ത് സംഭവിക്കാം, ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ റിവേഴ്സ് ബയാസ്ഡ് ഡയോഡ്. റിവേഴ്സ് ബയാസ് ആയിരിക്കുന്ന ഒരു ഡയോഡിനെ പോലെ ആയിരിക്കും അത് ബിഹേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരിക്കലും ഈ ഒരു റീജിയനിലേക്ക് ഇതിനെ കൊണ്ടുപോകാറില്ല. റിവേഴ്സ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്യില്ല. കാരണം ഇറ്റ് വിൽ ഡാമേജ് ദി ഡിവൈസ്. കാരണം ആ സമയത്ത് വോൾട്ടേജും കറണ്ടും രണ്ടും ഹൈ വാല്യൂസ് ആണ്. ഫോർവേഡ് കണ്ടക്ഷന്റെ സമയത്ത് കണ്ടക്ഷൻ വോൾട്ടേജ് വളരെ കുറവാണ്, കറണ്ട് വളരെ ഹൈ ആണെങ്കിലും കണ്ടക്ഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് വളരെ കുറവാണ്. സോ ഡിവൈസ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ ചെറുതാണ്. വി ടൈംസ് ഐ എന്ന് പറയുന്ന ഒരു ചെറിയ വാല്യൂ ആയിരിക്കും. അതേസമയം നെഗറ്റീവിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഡിവൈസിന് അക്രോസ് വളരെ വലിയൊരു വോൾട്ടേജും ഉണ്ടാവും, ഡിവൈസിലൂടെ ഒരു ഹൈ കറണ്ടും ഫ്ലോ ചെയ്യും. സോ ജനറേറ്റ് ചെയ്യുന്ന പവർ കൂടുതലായിരിക്കും. അങ്ങനെ ഹീറ്റപ്പ് ആയി ഡിവൈസ് ഡിസ്ട്രോയിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതുകൊണ്ടാണ് റിവേഴ്സ് കണ്ടക്ഷൻ എന്ന് പറയുന്നൊരു മോഡ് ഇല്ലാത്തതും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കാത്തതും. ഓക്കെ, ഫോർവേഡ് കണ്ടക്ഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് ആൻ ഓൺ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന പോലെ ബിഹേവ് ചെയ്യുന്നു. ഇറ്റ്സ് എ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്. അതുകൊണ്ടാണ് നമ്മൾ ആ മോഡിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന
ഇൻപുട്ട് വോൾട്ടേജ് ഒരുപാട് കൂട്ടിയിട്ട് കണ്ടക്ഷനിലേക്ക് പോകുന്നതല്ല ഐഡിയൽ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, സോ ഐഡിയൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വി ഹാവ് എ തേർഡ് ടെർമിനൽ, റൈറ്റ്? സോ ആ തേർഡ് ടെർമിനലിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, അതായത് ഗേറ്റ് ടെർമിനൽ. സോ ഗേറ്റ് ടെർമിനൽ നേരത്തെ ഡിവൈസിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ലൈക്ക് പി എൻ ഓക്കെ, ഇതാണ് പി എൻ ഒരു എസ് സി ആറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൽ ഗേറ്റിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്ത്, അല്ലെങ്കിൽ ഗേറ്റിലൂടെ നമ്മളൊരു കറണ്ട് പാസ് ചെയ്ത് വി ക്യാൻ ടേൺ ഓൺ ദ ഡിവൈസ് അറ്റ് എ ലോവർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിങ്ങിൽ നമ്മൾ ഗേറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ട് വോൾട്ടേജ് കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് കണ്ടക്ട് ചെയ്യും. അതിനു പകരം നമുക്ക് ലോ വോൾട്ടേജിൽ ഡിവൈസിനെ കണ്ടക്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്ലൈ എ ഗേറ്റ് കറണ്ട്. ഗേറ്റിൽ നമ്മളൊരു പോസിറ്റീവ് കറണ്ട്, ഗേറ്റ് ടു കാഥോഡ് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ നോർമലി ചെയ്യുന്നത് ഇവിടെ ഒരു we'll have a gate circuit like this. So it will push a positive current to the gate terminal. Gate terminal നമ്മൾ പോസിറ്റീവ് കറണ്ട് കൊടുക്കുമ്പോൾ ഇറ്റ് ബിഹേവ്സ് ഡിഫറെൻ്റ്ലി. സോ അഗെയിൻ ഇവിടെ നമുക്ക് 3 ജംഗ്ഷൻസ് ഉണ്ട്, J1, J2 ആൻഡ് J3. ആൻഡ് ആനോഡ് ഈസ് പോസിറ്റീവ് ആൻഡ് കാഥോഡ് ഈസ് നെഗറ്റീവ്. നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലാണ് നിൽക്കുന്നത്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിൽക്കുമ്പോൾ വി അപ്ലൈ ചെയ്യാം ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇതൊരു പി എൻ ജംഗ്ഷൻ ആയതുകൊണ്ട് J3 എന്ന് പറയുന്ന പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ഗേറ്റ് സർക്യൂട്ട്. IG എന്ന് പറയുന്ന ഒരു ഗേറ്റ് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ പി എൻ ആ ലാസ്റ്റിലത്തെ J3യുടെ 2 സൈഡിലുള്ള പി എൻ ജംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദർ ആർ മോർ ചാർജ് കാരിയേഴ്സ് ഇൻ ദ പി റീജിയൻ. ഓക്കെ, ഈ രണ്ടാമത്തെ പി റീജിയൻ, J3യുടെ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടാമത്തെ പി റീജിയനിൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് ചാർജ് കാരിയേഴ്സ്. കാരണം നമ്മൾ ഗേറ്റിലൂടെ ഒരു കറണ്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ ഇഞ്ചെക്ട് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ് അവിടെ ഉണ്ടാവും. അങ്ങനെ ചാർജ് കാരിയേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ പി റീജിയനിൽ എന്ത് സംഭവിക്കും, ദർ വിൽ ബി എ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രോൺസ് അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യുക, കറണ്ട് പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ ദ അതർ ഡയറക്ഷൻ. എന്നിൽ നിന്ന് പിയിലേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നിൽ നിന്ന് എൻ റീജിയനിൽ നിന്ന് IG പിയിൽ നിന്ന് എന്നിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ഫ്രം എൻ ടു പി റീജിയൻ. സോ ഇലക്ട്രോൺസ് വിൽ എൻ്റർ ഇൻ ടു ദ പി റീജിയൻ ഫ്രം ദ എൻ റീജിയൻ. J3 എന്ന് പറയുന്ന ജംഗ്ഷന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഈ പി റീജിയൻ എന്ന് പറയുന്നതിനെ, പി റീജിയനിൽ നമ്മൾ കൂടുതൽ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താണ് അതിൻ്റെ ആ നമ്പർ ഓഫ് ഹോൾസ്, പി റീജിയൻ എന്ന് വിളിക്കാൻ കാര്യം അവിടെ ഹോൾസ് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ദ മൈനോറിറ്റി കാരിയേഴ്സ്. ഈ എന്നിൽ നിന്ന് ഇലക്ട്രോൺസ് കൂടുതലായിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് അവിടെയുള്ള കാരിയർ ചാർജ് കോൺസെൻട്രേഷൻ ഇൻവേർട്ടഡ് ആവും. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബിക്കം ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ഹോൾസ്. ഓക്കെ, അതായത് ഇൻ എഫക്ട് ദ പി റീജിയൻ ബിക്കംസ് ഓർ ബിഹേവ്സ് ലൈക്ക് എ എൻ റീജിയൻ. ഓക്കെ, ഗേറ്റ് കറണ്ട്
കൊടുക്കുമ്പോൾ എന്നിൽ നിന്ന് പി റീജിയനിലേക്ക് ഇലക്ട്രോൺസ് പാസ്സാവും, ഇലക്ട്രോൺസ് ഇഞ്ചെക്ട് ചെയ്യപ്പെടും. ആ ഇഞ്ചെക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് പി റീജിയനെ എന്ത് ചെയ്യും? ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ടു എൻ ടൈപ്പ് റീജിയൻ. അങ്ങനെ ഒരു എൻ ടൈപ്പ് റീജിയൻ ആക്കി കഴിഞ്ഞാൽ ദിസ് എൻറ്റയർ SCR വിൽ ബി ഈക്വലൻ ടു a PN ജംഗ്ഷൻ. ഒരു പി റീജിയനും ഒരു വലിയ എൻ റീജിയനും ഇൻ എഫക്റ്റ് അങ്ങനെയായി മാറും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണ്. ഇറ്റ്സ് എ ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷൻ. അതായത് ഇൻ എഫക്റ്റ് ഈ J2 എന്ന് പറയുന്ന ജംഗ്ഷൻ എന്ത് സംഭവിക്കും? ഇറ്റ് ഓൾസോ ബിക്കംസ് ഫോർവേഡ് ബയാസ്ഡ്. J2 എന്ന് പറയുന്ന ജംഗ്ഷൻ നേരത്തെ റിവേഴ്സ് ബയാസ്ഡ് ആയിരുന്നതുകൊണ്ടാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് ആയിട്ട് നിന്നത്. ഗേറ്റ് കറണ്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ റീജിയൻ അല്ലെങ്കിൽ ആ J2 എന്ന് പറയുന്ന ജംഗ്ഷനും കൂടി ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, അതായത് ചാർജിന്റെ കോൺസെൻട്രേഷൻ, ചാർജ് കാരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ ഇൻവേർട്ട് ആയിട്ട് ദാറ്റ് പി റീജിയൻ ബിഹേവ്സ് ലൈക്ക് ആൻ എൻ റീജിയൻ ആൻഡ് സോ ദ എൻറ്റയർ SCR ബിഹേവ്സ് ലൈക്ക് എ ലാർജ് PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ഇറ്റ് ഇസ് എ ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ്. സോ കറണ്ട് വിൽ ഫ്ലോ ഫ്രം ദ ആനോഡ് ടു കാഥോഡ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ make a SCR conducting using gate current. Okay, SCR-നെ ട്രിഗർ ചെയ്യുക. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിനെ നമ്മൾ ഗേറ്റ് ട്രിഗറിങ് എന്നാണ് പറയുക. Okay, because we are turning on the device by giving a gate current. ഒരു ഗേറ്റ് കറണ്ട് കൊടുത്ത് ഡിവൈസിനെ ടേൺ ഓൺ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഗേറ്റ് ട്രിഗറിങ്. ഓക്കെ, സോ ഗേറ്റ് ട്രിഗറിങ് മാത്രമല്ല വേറെയും ട്രിഗറിങ് മെത്തേഡ്സ് ഉണ്ട്. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡിനെ ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ് എന്നാണ് പറയുക. കാരണം ഫോർവേഡ് വോൾട്ടേജ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് ഡിവൈസിനെ ഓൺ ചെയ്യുന്നതാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. ഇനി ഗേറ്റ് ട്രിഗറിങ് സംഭവിക്കുമ്പോൾ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആണ് നമ്മൾ പറയുന്നത്, ആനോഡ് വോൾട്ടേജ് കറണ്ട്. സോ വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്തു, പക്ഷെ അറ്റ് ദിസ് ഇൻസ്റ്റന്റ് യു ആർ ഗിവിങ് എ ഗേറ്റ് കറണ്ട്. ഗേറ്റ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഓൺ, ദ ഡിവൈസ് ടേൺസ് ഓൺ. ഓക്കെ, ഡിവൈസ് ടേൺ ഓൺ ആവും. അപ്പോൾ എത്ര വോൾട്ടേജ്, ചെറിയ വോൾട്ടേജ് വേണമെങ്കിൽ നമ്മൾ ആനോഡ് ടു കാഥോഡിൽ കൊടുക്കാം. ദ ഡിവൈസ് വിൽ കണ്ടക്ട്. ഓക്കെ, അപ്പോൾ ഒരു മിനിമം ഗേറ്റ് കറണ്ട് നമ്മൾ പാസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു കണ്ടക്ട്. ഓക്കെ, അപ്പോൾ അതൊരു IG min എന്ന് പറഞ്ഞൊരു വാല്യൂ സ്പെസിഫൈ ആയിട്ടുണ്ടാവും. IG min അല്ല, IGT എന്ന് പറയുന്നൊരു വാല്യൂ സ്പെസിഫൈ ആയിട്ടുണ്ടാവും, വിച്ച് ഈസ് കോൾഡ് ദ ത്രഷോൾഡ് കറണ്ട്. ത്രഷോൾഡ് കറണ്ട് എന്ന് പറഞ്ഞൊരു കറണ്ട് ഉണ്ടാവും. അതുപോലെ VGT എന്ന് പറഞ്ഞൊരു വോൾട്ടേജും ഉണ്ടാവും, ത്രഷോൾഡ് വോൾട്ടേജ്. ഈ വോൾട്ടേജിനും കറണ്ടിനും എബോവ് ആയിരിക്കണം ഗേറ്റ് ടു കാഥോഡ് വോൾട്ടേജും ഗേറ്റ് കറണ്ടും. The applied voltage should be greater than VGT and the injected current should be greater than IGT. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സംഭവം പോസിബിൾ ആവുള്ളൂ. കാരണം J2 റിവേഴ്സ് ബയസ് ആണ്, അല്ലെങ്കിൽ പി ജംഗ്ഷനിൽ ഇൻവേർഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം കറണ്ട് അവിടെ, അല്ലെങ്കിൽ ചാർജ് കാരിയർ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ ലെവലിൽ എബോവ് ആയാൽ മാത്രമേ ആ ഇൻവേർഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മിനിമം കറണ്ട് ഉണ്ട്, അതാണ് ത്രഷോൾഡ് കറണ്ട്. ത്രഷോൾഡ് കറണ്ടിൽ കൂടുതൽ കറണ്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ ഫോർവേഡ് കണ്ടക്ഷനിലേക്ക് ഗേറ്റ് ട്രിഗറിങ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു തൈറിസ്റ്ററിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടികളിൽ ഒന്നാണ് ഈ പറയുന്ന ത്രഷോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഗേറ്റ് ത്രഷോൾഡ് കറണ്ട്, അതുപോലെ ഗേറ്റ് ത്രഷോൾഡ് വോൾട്ടേജും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇത് IGT VGT എന്ന് പറയുന്നത് ഗേറ്റ് സർക്യൂട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇനി ഡിവൈസ് ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ it becomes a uncontrolled device. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനെ സെമി കൺട്രോൾഡ് ഡിവൈസ് എന്ന് വിളിക്കാനുള്ള റീസൺ,
you can turn on the device as you wish, but you cannot turn off the device as you wish. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം അതിനെ ടേൺ ഓഫ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. There are certain conditions to be met for a SCR to be turned off. അപ്പോൾ SCR turn off ആകണം എന്നുണ്ടെങ്കിൽ there are two conditions. First thing is the anode to cathode voltage should be negative. ഓക്കെ, ഒരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അതാണ് VAK നെഗറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഡിവൈസിനെ റിവേഴ്സ് ബയാസ് ചെയ്യുക ആണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ ഈസ് IA ഷുഡ് ബി ലെസ് ദാൻ സ്പെസിഫിക് വാല്യൂ ഓഫ് കറണ്ട് നോൺ ആസ് ഹോൾഡിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ SCRുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും. I latching and I holding. ഓക്കെ, സോ ഈ രണ്ട് കറൻസും ആനോഡ് കറൻസ് ആണ്. അതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. IGT എന്ന് പറയുന്നത് ഒരു ഗേറ്റ് കറണ്ട് ആണ്. നമ്മൾ ഗേറ്റിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതിന്റെ കറണ്ടിന്റെ വാല്യൂ ആണ്. ഹോൾഡിംഗ് കറണ്ടും ലാച്ചിങ് കറണ്ടും ആനോഡ് കറൻസ് ആണ്. അതായത് ഡിവൈസിലൂടെ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂസ് ആണ് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും. ഓക്കെ, എന്താണ് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും? ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേറ്റ് സർക്യൂട്ടിൽ കറണ്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ടേൺ ഓൺ ആകുമെന്ന് പറഞ്ഞു. പക്ഷെ SCRന്റെ സ്പെസിഫിക്കേഷൻ SCRന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ SCR ഉണ്ടാക്കാനുള്ള റീസൺ ആയിട്ട് പറഞ്ഞത് ഈ പറയുന്ന ഗേറ്റ് കറണ്ട് റിമൂവ് ചെയ്താൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഓൺ സ്വിച്ച്. അതായത് ഗേറ്റ് കറണ്ട് ഒരിക്കൽ ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ ഡിവൈസ് ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ ഗേറ്റ് കറണ്ട് റിമൂവ് ചെയ്താലും ഡിവൈസ് ഓൺ ആയി തന്നെ നിൽക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞൊരു എന്താ പറയുക അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. പക്ഷെ അത് നടക്കണം, അല്ലെങ്കിൽ അത് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ദ ആനോഡ് കറണ്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് ലാച്ചിങ് കറണ്ട് വാല്യൂ. ഓക്കെ, സോ ഗേറ്റ് കറണ്ട് റിമൂവ് ചെയ്താലും SCR ഓൺ ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടുന്ന മിനിമം ആനോഡ് കറണ്ടിനെയാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, ലാച്ച് ചെയ്യുക, ഒരു സ്വിച്ച് ലാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺ ആകുക എന്നുള്ള ഓൺ ആകുന്നതിനാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ലാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേൺ ഓൺ. അപ്പോൾ ഓൺ സമയത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു SCR ടേൺ ഓൺ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് ആണ് ലാച്ചിങ് കറണ്ട്. സോ ഇറ്റ്സ് ദ മിനിമം anode current that should be flowing through the SCR such that when the gate current is removed, the device continues to conduct. Okay, gate current remove ചെയ്താലും ഡിവൈസ് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആനോഡിലൂടെ മിനിമം എത്ര കറണ്ട് ഫ്ലോ ചെയ്യണം എന്നുള്ളത് ആണ് ലാച്ചിങ് കറണ്ട് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ദെൻ ഹോൾഡിംഗ് കറണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടേൺ ഓഫ് ദ ഡിവൈസ്. അതായത് നമ്മൾ ഡിവൈസ് ഓഫ് ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദ ആനോഡ് കറണ്ട് ഷുഡ് ഫോൾ ബിലോ ദിസ് ഹോൾഡിംഗ് കറണ്ട്. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് ആണ് ഒരു ഓൺ ആയിരിക്കുന്ന SCRനെ ഓഫ് ചെയ്യാൻ രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ദ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഷുഡ് ബി നെഗറ്റീവ്. രണ്ടാമത് പറഞ്ഞത് anode current is less than holding current. So if the anode current falls below a certain value, then the device will stop conducting. Okay, അപ്പോൾ ആ ആനോഡ് കറന്റ് വാല്യൂവിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും ഉണ്ടാവും. ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ടു റിമെമ്പർ ഈസ് ദാറ്റ് ലാച്ചിങ് കറണ്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഹോൾഡിംഗ് കറണ്ട്. ഓക്കെ, ലാച്ചിങ് കറണ്ട് എപ്പോഴും ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അത് ഏത് SCR ആണെങ്കിലും അത് ഈ പറഞ്ഞ സംഭവം ട്രൂ ആയിരിക്കും. IL വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ IH. ദെൻ
IL-ഉം IH-ഉം തമ്മിൽ വേറെ റിലേഷൻസ് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ പറയാറുണ്ട് IL is 1.5 times അല്ലെങ്കിൽ 2 times IH എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. ബട്ട് അത് എല്ലാ SCRകൾക്കും വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. IL-ഉം IH-ഉം തമ്മിലുള്ള ഒരേ ഒരു വാലിഡ് എല്ലാ ഡിവൈസിനും എല്ലാ SCRകൾക്കും വാലിഡ് ആയിട്ടുള്ള ഒരേ ഒരു റിലേഷൻ എന്ന് പറയുന്നത് IL ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ IH. ആൻഡ് ഇറ്റ് ഷുഡ് മേക്ക് സെൻസ്. കാരണം ഹോൾഡിംഗ് കറണ്ട് ആയിരുന്നു കൂടുതലെങ്കിൽ ലാച്ച് ചെയ്ത് ഉടനെ ഗേറ്റ് കറണ്ട് റിമൂവ് ചെയ്താൽ എന്ത് പറ്റും? ഡിവൈസ് അപ്പം തന്നെ ഓഫ് ആവും. കാരണം ഹോൾഡിംഗ് കറണ്ടിൽ താഴെ പോയാലും ഡിവൈസ് ഓഫ് ആവും. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് ലാച്ചിങ്ങിനെക്കാട്ടിലും കുറവായിരിക്കണം, എങ്കിൽ മാത്രമേ ഡിവൈസ് സസ്റ്റെയിൻ ആയിട്ട് ഓണായി നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും. ഓക്കെ, ആൻഡ് ദേ ആർ ബോത്ത് ആനോഡ് കറണ്ട്സ്. ഓക്കെ, ആൻഡ് IL ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ IH. ഓക്കെ, ഓക്കെ. ഇനി ഗേറ്റ് ട്രിഗറിങ്ങിൽ നമ്മളീ പറഞ്ഞ ഗേറ്റിലൊരു മിനിമം ത്രഷോൾഡ് കറണ്ട് അപ്ലൈ ചെയ്തു, ആനോഡ് കറണ്ട് ലാച്ചിങ്ങിനെക്കാട്ടിലും കൂടുതലായി. അപ്പോൾ എന്ത് വരും? ഡിവൈസ് ടേൺ ഓൺ ആയി. ഓക്കെ, ഡിവൈസ് ടേൺ ഓൺ ആവുന്നതിനെ നമ്മൾ ട്രിഗറിങ് എന്ന് പറയും. ഓക്കെ, SCR ടേൺ ഓൺ ആവുന്നതിനെ നമ്മൾ ട്രിഗറിങ് എന്ന് പറയും. ഇനി ഡിവൈസ് ടേൺ ഓഫ് ആകുന്നതിനെ നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്നാണ് പറയാം. ഓക്കെ, സോ SCR ടേൺ ഓൺ ആകുന്ന പ്രോസസ്സിനെ ട്രിഗറിങ് എന്നും ടേൺ ഓഫ് ആകുന്ന പ്രോസസ്സിനെ കമ്മ്യൂട്ടേഷൻ എന്നും പറയും. ഓക്കെ, ഒരു SCRനെ ടേൺ ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. നമ്മൾ ഈ കണ്ട ഗേറ്റ് ട്രിഗറിങ് അതിലൊരു മെത്തേഡ് മാത്രമാണ്. ആദ്യം പറഞ്ഞ ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ് മറ്റൊരു മെത്തേഡാണ്. ദെൻ അതല്ലാതെയും വേറെ ടേൺ ഓൺ മെത്തേഡുകളുണ്ട്. സം ഓഫ് ദ ഗേറ്റ് ടേൺ ഓൺ മെത്തേഡ്സ് ആർ ട്രിഗറിങ് മെത്തേഡ്സ്. ലൈറ്റ് ട്രിഗറിങ് ഉണ്ട്. ഓക്കെ, സോ ലൈറ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഗേറ്റിൽ ഒരു ടെർമിനലായിരിക്കില്ല, പകരം ഗേറ്റിൽ ഒരു ക്വാർട്സിൻ്റെയോ മറ്റൊരു വിൻഡോ ഉണ്ടാവും. ആ വിൻഡോയിലൂടെ നമ്മൾ ലൈറ്റ് ഷൈൻ ചെയ്യുമ്പോൾ എന്ത് വരും? ആ PN ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആവും. അതായത് നിങ്ങൾ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. ഫോട്ടോ ഡയോഡിന്റെ വർക്കിംഗ് ആണ് ഈ ലൈറ്റ് ട്രിഗറിങ്, അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡിന്റെ പ്രിൻസിപ്പിളാണ് ലൈറ്റ് ട്രിഗറിങ്ങിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു റിവേഴ്സ് ബയാസ് ജംഗ്ഷനിൽ നമ്മൾ ലൈറ്റ് ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെയുള്ള റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ആ ഫിനോമിനൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? യു ക്യാൻ ഇൻവേർട്ട് ദ കാരിയർ കോൺസെൻട്രേഷൻ. അങ്ങനെ ഡിവൈസിനെ ടേൺ ഓൺ ചെയ്യിക്കും. ആ പ്രോസസ്സാണ് ലൈറ്റ് ട്രിഗറിങ് എന്ന് പറയാം. അത് എല്ലാ SCRകളിലും ചെയ്യാൻ പറ്റില്ല. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള SCRകളുണ്ട്. ലൈറ്റ് ആക്ടിവേറ്റഡ് SCR ഉണ്ടാവും. ഓക്കെ, LASCR. ആ ലൈറ്റ് ആക്ടിവേറ്റഡ് SCRകളെ മാത്രമേ നമുക്ക് ലൈറ്റ് ട്രിഗറിങ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈറ്റ് ആക്ടിവേറ്റഡ് SCRൽ ഗേറ്റ് കറണ്ട് അല്ലെങ്കിൽ ഗേറ്റ് ട്രിഗറിങ് എന്ന് പറയുന്ന മെത്തേഡിന്റെ ആവശ്യമില്ല, ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ദെൻ another method of turning on the thyristor is DV by dt triggering. DV by dt triggering എന്ന് പറഞ്ഞാൽ ഒരു ഒരു റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനിൽ we have negatively charged ions, immobile ions on one side and positively charged immobile ions on the other side. Okay, അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചാർജ് കാരിയേഴ്സ് ഇല്ല, അല്ലെങ്കിൽ മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഇല്ല, പകരം അവിടെ അയോൺസ് ഉണ്ടാവും. അപ്പോൾ ആ അയോൺസ് ഒരു സൈഡിൽ P സൈഡിൽ നെഗറ്റീവ് അയോൺസും N സൈഡിൽ പോസിറ്റീവ് അയോൺസും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇറ്റ് റിസംബിൾസ് എ കപ്പാസിറ്റർ. ഒരു PN ജംഗ്ഷനിൽ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു കപ്പാസിറ്റർ പോലെ അത് ബിഹേവ് ചെയ്യും. അപ്പോൾ ഒരു കപ്പാസിറ്റർ പോലെ ബിഹേവ് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ
ഇലക്ട്രോണിക്സിൽ വരക്ടർ ഡയോഡ് എന്ന് പറഞ്ഞൊരു ഡിവൈസിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അതായത് നമുക്ക് ഈ ഡിവൈസിന്റെ അല്ലെങ്കിൽ ഡയോഡിന്റെ റിവേഴ്സ് വോൾട്ടേജ് വേരി ചെയ്ത് അതിന്റെ കപ്പാസിറ്റൻസ് വേരി ചെയ്യിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയോഡ് ഉണ്ട്. അതിനെ നമ്മൾ വരക്ടർ ഡയോഡ് എന്ന് പറയും. അപ്പോൾ അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കപ്പാസിറ്റൻസ് മാറും. അപ്പോൾ കപ്പാസിറ്റൻസ് റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനിലുണ്ട്. അത് ആ ഒരു ആ ഒരു പ്രിൻസിപ്പിള് നമുക്ക് ഡിവൈസിനെ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു കപ്പാസിറ്ററിന് അക്രോസ് നമ്മൾ ഒരു റാപ്പിഡ് ചേഞ്ച് ഇൻ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഒരു കപ്പാസിറ്ററിന്റെ പ്രത്യേകത, കപ്പാസിറ്ററിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. റൈറ്റ്. അപ്പോൾ ആ ചാർജിങ് കറന്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് കൊടുക്കുക. അപ്പോൾ ഗേറ്റിൽ നമ്മൾ ഗേറ്റ് ഓപ്പൺ ആക്കി വെക്കുന്നു, പക്ഷേ നമ്മൾ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഒരു ഒരു വോൾട്ടേജ് വളരെ ഹൈ റേറ്റിൽ അപ്ലൈ ചെയ്യും. ലൈക്ക് ഒരു 100 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്, ആ റേഞ്ചിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ J2 ജംഗ്ഷൻ എന്ത് പറ്റും, ഇറ്റ് ബിക്കംസ് കണ്ടക്റ്റിംഗ്. ഓക്കെ, അത് കണ്ടക്റ്റിംഗ് ആയി മാറും. J2 ജംഗ്ഷനിലെ കണ്ടക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ട്രിഗറിങ്ങിന്റെ ഉദ്ദേശം. അപ്പോൾ അത് ജംഗ്ഷനെ ട്രിഗർ ചെയ്യിക്കാൻ ഗേറ്റ് ഉപയോഗിക്കാതെ ഒരു ഹൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് VAK എന്ന് പറയുന്ന ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് വളരെ ഹൈ റേറ്റിൽ അപ്ലൈ ചെയ്താൽ യു ക്യാൻ അച്ചീവ് ട്രിഗറിങ്. അപ്പോൾ ഹൈ വോൾട്ടേജിലേക്ക് എത്തണ്ട, നമ്മൾ ബ്രേക്ക് ഓവർ വോൾട്ടേജിന്റെ അത്രയും വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ട. വോൾട്ടേജ് ചിലപ്പോൾ അതിന്റെ ചെറിയൊരു ഫ്രാക്ഷൻ ഉപയോഗിച്ചാൽ മതിയാവും, ലെസ് ദാൻ 25% മറ്റോ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നത് വളരെ ചെറിയൊരു ടൈം ഡ്യൂറേഷനിലായിരിക്കണം. എങ്കിൽ എന്ത് ചെയ്യും, ദ ഡിവൈസ് വിൽ ട്രിഗർ. ഓക്കെ, അപ്പോൾ അതാണ് dV/dt ട്രിഗറിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലൈറ്റ് ട്രിഗറിങ്, dV/dt ട്രിഗറിങ്, ദെൻ ആദ്യം പറഞ്ഞ ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്, ദെൻ ദർ ഈസ് ഗേറ്റ് ട്രിഗറിങ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഉള്ള ട്രിഗറിങ് മെത്തേഡ് ഗേറ്റ് ട്രിഗറിങ് മെത്തേഡാണ്. സോ അതുകൊണ്ട് നമ്മൾ സർക്യൂട്ട്സ് SCR യൂസ് ചെയ്തിട്ട് സർക്യൂട്ട്സ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഗേറ്റ് ട്രിഗറിങ് ആണ് പ്രിഫർ ചെയ്യുക. കാരണം അത് നമ്മൾ ഒരു ഗേറ്റ് പൾസ് കൊടുക്കുന്നു, ആ ഗേറ്റ് പൾസ്. പിന്നെ ലൈറ്റ് ട്രിഗറിങ്ങും യൂസ് ചെയ്യാം, പക്ഷെ അത് ഈ പറഞ്ഞ ലൈറ്റ് ആക്ടിവേറ്റഡ് SCRകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ ലൈറ്റ് ആക്ടിവേറ്റഡ് SCRന്റെ റേറ്റിംഗ് നോർമൽ SCRന്റെ അത്രയും ഉണ്ടാകാത്തത് കൊണ്ട് ലൈറ്റ് ട്രിഗറിങ് അത്ര പ്രിഫേർഡ് ആയിട്ടുള്ള മെത്തേഡ് അല്ല. പക്ഷേ ഇറ്റ്സ് എക്സാക്ട്ലി സിമിലർ ടു ഗേറ്റ് ട്രിഗറിങ്. വളരെ നമുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗേറ്റ് ട്രിഗറിങ്, അതുപോലെ ലൈറ്റ് ട്രിഗറിങ്. ഓക്കെ, പക്ഷേ ഗേറ്റ് ട്രിഗറിങ് ആണ് നമ്മൾ എല്ലാ ഡിവൈസുകളിലും യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡ്. സോ അതുകൊണ്ട് ഗേറ്റ് ട്രിഗറിങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്, അതിന് പല സർക്യൂട്ടുകളുണ്ട്. ഫയറിംഗ് സർക്യൂട്ടുകൾ എന്ന് പറയും, അല്ലെങ്കിൽ ട്രിഗറിങ് സർക്യൂട്ടുകൾ എന്ന് പറയും. ആ സർക്യൂട്ടുകൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഗേറ്റ് സിഗ്നൽസ് കൊടുക്കുക. അത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയുള്ളത് SCRന്റെ ഒരു മോഡൽ കൂടിയുണ്ട്, ഒരു 2 ട്രാൻസിസ്റ്റർ മോഡൽ എന്നൊക്കെ പറഞ്ഞൊരു മോഡൽ കൂടിയുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ബേസിക്കലി ഓർക്കേണ്ട കാര്യങ്ങൾ, ഈ പവർ ഡയോഡിലുള്ള എപ്പിടാക്സിയൽ റീജിയൻ, അതിൻ്റെ നീഡ്, അതെങ്ങനെയാണ് ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഐ മീൻ തിക്നെസ് കൂട്ടുമ്പോൾ ബ്ലോക്കിംഗ് വോൾട്ടേജും കണ്ടക്ഷൻ ലോസും അല്ലെങ്കിൽ റെസിസ്റ്റൻസും കൂടും.
ആ കാര്യം. പിന്നെ ഉള്ളത് റിവേഴ്സ് റിക്കവറി ടൈം. ഒരു ഡിവൈസിന്റെ സ്വിച്ചിങ് ഫ്രീക്വൻസിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ് ഈ പറയുന്ന റിവേഴ്സ് റിക്കവറി ടൈം. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഡിവൈസസ് പല ക്ലാസ് ആയിട്ട് നമ്മൾ എന്താ പറയുക ക്ലാസിഫൈ ചെയ്യും. ലൈക്ക് കൺവേർട്ടർ ഗ്രേഡ് എന്നും ഇൻവേർട്ടർ ഗ്രേഡ് എന്നും പറഞ്ഞ് നമ്മൾ ഡിവൈസസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ പറഞ്ഞ റിവേഴ്സ് റിക്കവറിയെ ബേസ് ചെയ്തിട്ടാണ്. കൺവേർട്ടർ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഹെർട്സ് പോലെയുള്ള ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. TRR കൂടിയ ഡിവൈസസ് ആയിരിക്കും. പക്ഷേ ഇൻവേർട്ടർ ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കിലോ ഹെർട്സ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന TRR കുറഞ്ഞ ഡിവൈസ് ആയിരിക്കും. ചിലത് മൈക്രോ സെക്കൻഡ്സോ അല്ലെങ്കിൽ അതിലും താഴെയുള്ള അതിലും താഴെ ഉള്ള റിവേഴ്സ് റിക്കവറി ഉള്ള ഡിവൈസസ് ആണ് നമ്മൾ ഇൻവേർട്ടർ ഗ്രേഡിൽ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഉള്ളത് SCR സെമി കൺട്രോൾഡ് ആണ്. ഡയോഡ് അൺകൺട്രോൾഡ് ആണ്. SCR 4 ലെയർ 3 ജംഗ്ഷൻ ഡിവൈസ് ആണ്. PN ഡിവൈസ് ആണ്. അതിൽ കാഥോഡിനോട് ചേർന്നുള്ള P ലെയറിലായിരിക്കും ഗേറ്റ് എന്ന് പറയുന്നൊരു മൂന്നാമത്തെ ഒരു ടെർമിനൽ ഉണ്ടാവും. ആ ഗേറ്റ് ടെർമിനലിൽ നമുക്ക് ഒരു പോസിറ്റീവ് കറണ്ട് ഗേറ്റ് ടെർമിനൽ വഴി ഒരു പോസിറ്റീവ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ടേൺ ഓൺ ദ ഡിവൈസ് ആൻഡ് ഈവൻ ഇഫ് യു റിമൂവ് ദ ഗേറ്റ് കറണ്ട് ദ ഡിവൈസ് വിൽ സ്റ്റിൽ കണ്ടക്ട്. അതാണ് SCRന്റെ പ്രത്യേകത. BJTക്ക് ആ ഒരു പ്രത്യേകതയില്ല. ഡിവൈസിലേക്ക് നമ്മൾ ഓൺ ചെയ്യാൻ കൊടുക്കുന്ന ബേസ് കറണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ടേൺ ഓഫ് ആവും, BJT ടേൺ ഓഫ് ആവും. അപ്പോൾ ഡിവൈസിനെ ഓൺ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കണ്ടിന്യൂസ്ലി അപ്ലൈ ദ കറണ്ട് വിച്ച് കുഡ് ലീഡ് ടു കണ്ടക്ഷൻ ലോസസിലേക്ക് സ്വിച്ചിങ് ലോസസ് കൂടുതലായിട്ട് വരും. സ്വിച്ചിങ് സർക്യൂട്ടിൽ കൂടുതൽ ലോസസ് വരും. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് SCRന്റെ അഡ്വാൻറ്റേജ്. മാത്രമല്ല BJTയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ BJTക്ക് റിവേഴ്സ് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല. ഓക്കെ, ഫോർവേഡ് വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, റിവേഴ്സ് വോൾട്ടേജ് BJTക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് SCR or thyristor can block both forward as well as reverse voltages. ഓക്കെ, പിന്നെ പറഞ്ഞ ഡിവൈസ് 3 മോഡ്സ്: ഫോർവേഡ് ബ്ലോക്കിംഗ്, റിവേഴ്സ് ബ്ലോക്കിംഗ് ആൻഡ് ഫോർവേഡ് കണ്ടക്ഷൻ. ഫോർവേഡ് ബ്ലോക്കിങ്ങിൽ J1 J3 ഫോർവേഡ് ബയാസ്ഡും J2 റിവേഴ്സ് ബയാസ്ഡും ആയിരിക്കും. റിവേഴ്സ് ബ്ലോക്കിങ്ങിൽ J1 J3 റിവേഴ്സ് ബയാസ്ഡും J2 ഫോർവേഡ് ബയാസ്ഡും ആയിരിക്കും. കണ്ടക്ഷൻ ആകുമ്പോൾ എല്ലാ ജംഗ്ഷൻസും ഫോർവേഡ് ബയാസ്ഡ് ആവും. ഓക്കെ, ദെൻ ഫോർവേഡ് ബ്ലോക്കിങ്ങിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടി ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ device will break down and it will start to conduct. കണ്ടക്ട് ചെയ്യുന്ന ഇതിൻ്റെ ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെയായിരിക്കും. ബ്രേക്ക് ഓവറിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ്, ചെറിയൊരു ഓൺ സ്റ്റേറ്റ് വോൾട്ടേജിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും. ദ ക്യാരക്ടറിസ്റ്റിക് വിൽ ഷിഫ്റ്റ് ഇമീഡിയറ്റ്ലി ടു ദ ലെഫ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗേറ്റ് ട്രിഗറിംഗ് ആണ്. ഗേറ്റ് ട്രിഗറിംഗിൽ നമ്മൾ ഗേറ്റ് കറണ്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ P ലെയർ വിൽ the P layer near the J3 junction will invert and the device acts like a forward bias diode and it will conduct. Okay, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 2 ട്രാൻസിസ്റ്റർ മോഡൽ പോലെയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
സോ ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ J3 എന്ന് പറയുന്ന J2 എന്ന് പറയുന്ന ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. J2 ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കുന്നതിനെ ഫോർവേഡ് ബയാസ് ആക്കുക എന്നുള്ളതാണ് അവിടെ ട്രിഗറിങ്ങിന്റെ ആവശ്യം. അപ്പോൾ ഏതൊരു റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനും ഒരു കപ്പാസിറ്റർ പോലെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ J2 ജംഗ്ഷൻ ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. കപ്പാസിറ്ററിൽ നമ്മളൊരു വോൾട്ടേജ്, ഒരു ചേഞ്ച് ഇൻ വോൾട്ടേജ്, നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് എന്താ സംഭവിക്കുക? കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഇൻ റഷ് ഓഫ് കറന്റ് ഇൻ ടു ദാറ്റ് ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇൻ റഷ് ഓഫ് കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ബേസിക്കലി നമ്മളൊരു കപ്പാസിറ്ററിന്റെ വി ഐ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഈക്വൽ ടു സി ബി. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആണ്, പിന്നെ ഉള്ളത് ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നതിനെ സി ഡി വി ബൈ ഡി ടി എന്ന് പറയാം. ഡി ക്യൂ ബൈ ഡി ടി എന്നുള്ളതിന് പകരം യു ക്യാൻ റൈറ്റ് ഐ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഹൈ ഡി വി ബൈ ഡി ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഇൻറഷ് ഓഫ് ലാർജ് കറണ്ട് ഇൻ ടു ദാറ്റ് ജംഗ്ഷൻ. ആ ജംഗ്ഷനിലേക്ക് ഒരു ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ഒരു ലാർജ് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻവേർഷൻ ആ J3 ജംഗ്ഷന്റെ അവിടെയുള്ള ലെയറിൽ ഇൻവേർഷൻ സംഭവിക്കും. ഇറ്റ് വിൽ ബിക്കം എൻ റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കറന്റ് IGT അല്ലെങ്കിൽ ആ മിനിമം കറണ്ടിനെക്കാട്ടിലും കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ the value of this dV by dt should be very high. അപ്പോൾ കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല. ചെറിയ വോൾട്ടേജ് ആണെങ്കിലും, ചെറിയൊരു ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണെങ്കിലും അത് വളരെ ചെറിയൊരു ടൈം ഡ്യൂറേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് ദി സെയിം റിസൾട്ട്. ഒരു കറണ്ട് അതിൽ ആ ജംഗ്ഷൻ വഴി അല്ലെങ്കിൽ ആ പി റീജിയനിലേക്ക് ഒരു കൂടുതൽ കറണ്ട് ഇഞ്ചെക്ട് ചെയ്യുക, ഇലക്ട്രോൺസിനെ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ അതിന് ഡി വി ബൈ ഡി ടി കൊടുത്താലും ഈ കപ്പാസിറ്റൻസ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻവേർഷൻ പോസിബിൾ ആക്കാം. ഓക്കെ.